അതൊക്കെയാണ് തലക്കെട്ടുകളായി ഇടം പിടിക്കുന്നത്. പ്രേക്ഷകർക്കൊപ്പമുള്ള പ്രേക്ഷകരോടൊപ്പം ചേർന്നുകൊണ്ടുള്ള വാർത്താ സഞ്ചാരം ഇനിയുള്ള 1.5 മണിക്കൂർ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കമന്റ് ബോക്സിലേക്ക് ഒന്ന് പോയാൽ ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ അറിയിക്കുന്നുണ്ട്. ജോബി PV, ജാസ്മിൻ ജെയ്വിൻ, ജോസ്വിൻ ജോസഫ്, അതുപോലെ ലെസ്റ്റർ ജോസഫ്, റിൻസി ഇമ്മാനുവൽ, വിപിൻ ബെന്നി, ജോൺസൺ ജോർജ്, അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ട്, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കുറിക്കുക. സമയത്തിനനുസരിച്ചത് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വായിക്കുകയും ചെയ്യാം. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. വിമർശനം, വിവാദം, വിശദീകരണം. മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി MT വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തെ പ്രതിരോധിച്ച് ഇടത് ക്യാമ്പ്. MTയുടെ വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ എന്നായിരുന്നു EP ജയരാജന്റെ പ്രതികരണം. പ്രസംഗം മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസും കുറ്റപ്പെടുത്തി. കാലം ആവശ്യപ്പെടുന്ന കാര്യമാണ് MT വാസുദേവൻ നായർ പറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. KLF വേദിയിലെ MDയുടെ വാക്കുകൾ CPMന് ഞെട്ടലുണ്ടാക്കിയെന്നത് യാഥാർത്ഥ്യമാണ്. പിന്നാലെ നേതാക്കളുടെ പ്രതിരോധം. MD തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെയോ രാഷ്ട്രീയ പാർട്ടികളെയോ അടിസ്ഥാനമാക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ്. അപ്പോൾ ഒരിക്കലും MD അങ്ങനെ ഉദ്ദേശിക്കില്ല. അദ്ദേഹം ഒരു പ്രസംഗത്തിലൊരു പരാമർശം നടത്തി, അത് ആരെപ്പറ്റി ആർക്ക് വേണമെങ്കിലും എടുക്കാം. വിവാദത്തിൽ മാധ്യമങ്ങളെയും ഇടത് നേതാക്കൾ വിമർശിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച MT ഇതാണ് എഴുതി കാട്ടുന്നത്. നോക്കണം നിങ്ങൾ, ഇത് മാധ്യമ പ്രവർത്തന രീതിയാണ്. ഞാൻ മുഖ്യമന്ത്രിക്കെതിരെ പറയാം, ഞാൻ കേരളത്തിലെ സർക്കാരിനെതിരെ പറയാം എന്ന് MT അവിടെ വിളിച്ചയാളോട് പറഞ്ഞു എന്നാ പറയും. ചർച്ചകൾ ഉണ്ടാക്കുന്നത് നിങ്ങളല്ലേ എന്ന്. അദ്ദേഹത്തെ പോലത്തെ ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയെ അനാവശ്യ കാര്യങ്ങളൊക്കെ വലിച്ചു വെക്കണ്ട. കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം പറഞ്ഞ കേന്ദ്ര സർക്കാരിനെതിരായിട്ടായിരിക്കാം, അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. വിമർശനം മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും ഉദ്ദേശിച്ചില്ലെന്ന MD വ്യക്തമാക്കിയതായി പാർട്ടി മുഖപത്രം ദേശാഭിമാനിയും വിശദീകരിച്ചു. അതേസമയം വീണുകിട്ടിയ അവസരം പോലെ വിവാദത്തെ CPIMന് എതിരാക്കുകയാണ് പ്രതിപക്ഷം. അധികാരം അഹങ്കാരത്തിലേക്കും ധാർഷ്ട്യത്തിലേക്കും എങ്ങനെ പോകുന്നു? പ്രതിഷേധങ്ങളെ ഭയപ്പെടുന്നു. ഇതൊക്കെ കണ്ട് MTയെ പോലുള്ള ഒരാൾ പ്രതികരിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. വിവാദത്തിൽ MD വാസുദേവൻ നായർ ഇതുവരെയും നേരിട്ട് പ്രതികരിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പുതിയ വിവാദം കൂടുതൽ ചർച്ചയാക്കാതെ അവസാനിപ്പിക്കാനാണ് CPIM ശ്രമം. 24 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി MT വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ സാഹിത്യ സാംസ്കാരിക രംഗത്തും വിവാദങ്ങൾ കൊഴുക്കുകയാണ്. പരാമർശം ആർക്കെങ്കിലും ആത്മവിമർശനത്തിന് വഴിയൊരുക്കിയാൽ നല്ലതെന്ന് MT പരിപാടിക്ക് ശേഷം പറഞ്ഞുവെന്ന് സാഹിത്യകാരൻ NE സുധീർ വ്യക്തമാക്കി. MT പറഞ്ഞത് പൊതു സാഹചര്യമെന്ന് K സച്ചിദാനന്ദനും 24നോട് പ്രതികരിച്ചു. MT വാസുദേവൻ നായരുടെ വിമർശനം സാഹിത്യലോകം ആഗ്രഹിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് പ്രതികരണങ്ങൾ. MT പറഞ്ഞത് കേരളവും മുന്നിൽ കണ്ടെന്ന് സാഹിത്യകാരൻ NE സുധീർ. ഭരണത്തെ നേരിടുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും അത് സ്വീകരിക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞതൊരു പ്രത്യേക രാഷ്ട്രീയ പ്രക്രിയയെക്കുറിച്ചാണ്. ആ പ്രക്രിയയോട് ചേർന്ന് നിൽക്കുന്നവർക്കത് അവരവരെന്താണ് തോന്നുകയോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ഭരണാധികാരികളെയൊക്കെ നോക്കുമ്പോൾ അത് ഇത് MT ഇവർക്കെതിരെയാണല്ലോ പറഞ്ഞു തോന്നുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അവരെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രസംഗത്തെ ഏത് രീതിയിലും വ്യാഖ്യാനിക്കാമെന്ന് കവി K സച്ചിദാനന്ദൻ 24നോട്. മുഖ്യമന്ത്രിയുടെ ഒരു ഭൗതിക സാന്നിധ്യം കൊണ്ട് മാത്രം അത് അദ്ദേഹത്തെ ഉദ്ദേശിച്ചാണെന്നുള്ള വ്യാഖ്യാനം അതൊരു വ്യാഖ്യാനമാണ്. പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അതൊരു സാധ്യമായ ഒരു വ്യാഖ്യാനമാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ആ രീതിയിൽ മാത്രമാണ് വ്യാഖ്യാനിക്കേണ്ടത്. അതിനെ ഇന്നത്തെ ദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ, സാർവദേശീയ സന്ദർഭത്തിൽ കാണേണ്ടതില്ലേ മുതലായ ചോദ്യങ്ങളും അത്ര തന്നെ പ്രധാനമായിട്ടാണ് ഞാൻ കാണുന്നത്. MT ഇന്നും അധികാരത്തിന്റെ മുഖത്ത് ധീരമായി തുപ്പിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഹരീഷ് പേരടിയും പല്ലുള്ള രാഷ്ട്രീയ വിമർശനമെന്ന് മാർ ഗീവർഗീസ് കൂർലോസും ഫേസ്ബുക്കിൽ കുറിച്ചു. രാജ്യത്തെ നിലവിലെ അമിതാധികാരത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ മുഖ്യമന്ത്രിക്ക് എതിരാക്കി തീർക്കാൻ ഒരു നികൃഷ്ട മാധ്യമശ്രമം നടക്കുന്നതായി അശോകൻ ചെരുവിൽ പറഞ്ഞു. 24 കോഴിക്കോട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട വാർത്ത എവിടെയെന്ന് ചോദിക്കുന്ന ചില പ്രേക്ഷകരുണ്ട്. ഉറപ്പായും അത് ഈ പരിപാടിയിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തും. വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ അത് നൽകുന്നതുമായിരിക്കും. ഗുഡ് ആഫ്റ്റർനൂൺ. ഒരുപാട് പ്രേക്ഷകർ പറയുന്നുണ്ട്. സമയപരിമിതി കൊണ്ട് എല്ലാവരുടെയും പേര് വായിക്കാൻ കഴിയില്ല. നമുക്ക് വഴിയെ അതൊക്കെ വായിച്ചു പോകാം. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. വിനീതയുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസിൽ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. മാധ്യമപ്രവർത്തകയ്ക്കെതിരായ കേസ് ഏത് സാഹചര്യത്തിലാണ് എന്ന ചോദ്യം കോടതിയിൽ നിന്നുണ്ടായി.
വിശദീകരണം നൽകാൻ സമയം വേണമെന്ന് സർക്കാർ അറിയിച്ചതോടെ കേസ് ഈ മാസം 22 മാറ്റി. നവകേരള ബസ്സിന് നേരെയുണ്ടായ ഷൂവേറ് പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് വിനീതയ്ക്കെതിരെ കേസെടുത്തത്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. വിനീതയ്ക്കെതിരെ കേസെടുത്ത് 20 ദിവസം പിന്നിട്ടിട്ടും തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാത്ത പോലീസ് നിലപാടറിയിക്കാൻ ഇന്ന് കൂടുതൽ സമയം ആവശ്യപ്പെട്ടു. ഇതിനിടെ മാധ്യമപ്രവർത്തകയ്ക്കെതിരായ കേസ് ഏത് സാഹചര്യത്തിലാണെന്ന ചോദ്യം കോടതിയിൽ നിന്നുണ്ടായി. പിന്നാലെ വിനീത വിജിക്കെതിരായ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി കേസ് ഈ മാസം 22 വീണ്ടും പരിഗണിക്കാനായി മാറ്റി. നേരത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ പെരുമ്പാവൂരിൽ വെച്ച് KSU പ്രവർത്തകർ ഷൂ എറിഞ്ഞത് റിപ്പോർട്ട് ചെയ്തതിന്റെ പേരിലാണ് വിനീത വിജിക്കെതിരെ ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുത്തത്. ക്രിമിനൽ ഗൂഢാലോചന, വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി 5ാം പ്രതിയാക്കിയായിരുന്നു കേസ്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പോലീസിനെ സർക്കാർ ദുരുപയോഗം ചെയ്തതിന്റെ ഉദാഹരണമാണ് 24 റിപ്പോർട്ടർക്കെതിരെയുള്ള കേസെന്ന് ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞു. വിമർശിക്കുന്നവരെ ഭയപ്പെടുത്തി അടിച്ചമർത്താമെന്ന് കരുതേണ്ട എന്നും ഹൈക്കോടതി മുൻ ജഡ്ജി മുന്നറിയിപ്പ് നൽകി. ഭയപ്പെടുത്താനാണ്, ഭയപ്പെടുത്തുക. ഇത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ്, ആളുകളെ മടുപ്പിക്കും. പിന്നെ ഞങ്ങൾ എന്തിനാ ഇത് ഈ ശല്യത്തിന് വരുന്നത് എന്നുള്ളൊരു തോന്നലും ആളുകളിൽ ഉണ്ടാകും. അതിനുവേണ്ടി തന്നെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ്. ഈ പോലീസിനെ ഉള്ള ആ ദുരുപയോഗം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ നമുക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേരളത്തിലെ പോലീസ് നല്ല ഖ്യാതി ഉണ്ടായിരുന്ന പോലീസ് ആണ്. അവര് പലരും, അതായത് നല്ല ഭൂരിപക്ഷം ആളുകളും ഇവരുടെ കയ്യിലെ രാഷ്ട്രീയക്കാരുടെ കയ്യിലെ കളിപ്പാകളും പിണിയാളുകളുമായിട്ട് അവരെ മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. വിനീത വിജിക്കെതിരായ കേസിൽ സർക്കാർ തെറ്റ് തിരിച്ചറിഞ്ഞ് തിരുത്തണമെന്ന് KUWJ. മാധ്യമപ്രവർത്തകരെ പേടിപ്പിച്ച് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ട എന്ന് KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി R. കിരൺ ബാബു പറഞ്ഞു. ഇപ്പോൾ കോടതി തന്നെ പത്രപ്രവർത്തക യൂണിയനും പൊതുസമൂഹവും ഉന്നയിച്ച ആവശ്യം ശരിയായതാണ്. ഇങ്ങനെ ഒരു കേസെടുക്കുന്നത് തെറ്റായ നീക്കമാണ്, അല്ലെങ്കിൽ അത് നിയമവ്യവസ്ഥയെ വളച്ചൊടിക്കലാണ് എന്നുള്ളത് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇനിയെങ്കിലും സർക്കാർ ആ തെറ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരുത്തുകയാണ് വേണ്ടത്. ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു ഭരണകൂടത്തിന് യോജ്യമായ രീതിയല്ല അത്. ഏതോ ആരെയോ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വരുന്നതിനെ മാധ്യമപ്രവർത്തകരെ പിന്തിരിപ്പിക്കുക എന്നതിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇതെന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. സംസ്ഥാനത്ത് മാധ്യമ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്നുവെന്ന് പൊതുപ്രവർത്തകൻ CR നീലകണ്ഠൻ. UP-യിലായാലും കേരളത്തിലായാലും അധികാരിയെ ചോദ്യം ചെയ്താൽ ഒരുപോലെയെന്ന് CR നീലകണ്ഠൻ കുറ്റപ്പെടുത്തി. ഞങ്ങളിത് ഇവർക്കെതിരായി ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായുള്ള ബദൽ നയങ്ങളാണ് നമ്മൾ കൊണ്ടുനടക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഈ ബദൽ നയങ്ങളൊന്നുമില്ല. അധികാരിയെ ചോദ്യം ചെയ്താൽ അത് കേരളമായാലും ഉത്തർപ്രദേശ് ആയാലും ഒരേ അവസ്ഥയാണ് എന്നാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക. റിപ്പോർട്ട് ചെയ്താണ്. ഇതിപ്പോ ഷൂട്ടിംഗ് ദ മെസ്സഞ്ചർ നമ്മൾ പറയാറുണ്ട്, കാര്യം പറയുന്നവനെ അടിക്കുക. അപ്പൊ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യം എന്നത് വളരെ വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് നമ്മളിത് കാണേണ്ടത്. MTയുടെ രാഷ്ട്രീയ വിമർശനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതികരണങ്ങൾ കമന്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. സോണി വർഗീസ് എന്ന് പറയുന്ന പ്രേക്ഷകനോ അറിയില്ല, അവർ പറയുന്നത്, ബഹുമാനപ്പെട്ട MTയുടെ കമന്റ് അവരവരുടെ താല്പര്യമനുസരിച്ച് ഓരോരുത്തരും പറയുകയാണ്. പുതിയ വിഷയം കിട്ടുന്നതുവരെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ലില്ലി ചോലിയിൽ എന്ന് പറയുന്ന പ്രേക്ഷക പറയുന്നത്, എഴുത്തുകാർക്ക് പൊതുവെ എന്തിനെക്കുറിച്ചും അഭിപ്രായം പറയാൻ കൂടുതൽ ആവിഷ്കാര സ്വാതന്ത്ര്യവും സാമൂഹിക പ്രതിബദ്ധതയുമുണ്ട്. അദ്ദേഹം ചുറ്റും നടക്കുന്നതിനെ നന്നായി വീക്ഷിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് എന്നാണ് അവർ കുറിക്കുന്നത്. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധം വ്യാപകം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. കണ്ണൂരിലും കോട്ടയത്തും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെയുണ്ടായ ലാത്തിചാർജിൽ പ്രവർത്തകർക്ക് പരിക്കേറ്റു. കണ്ണൂരിൽ വനിതാ പ്രവർത്തകയുടെ തലമുടി പോലീസ് ചവിട്ടിപ്പിടിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. പ്രവർത്തകയുടെ കണ്ണിന് ലാത്തി കൊണ്ട് അടിച്ചുവെന്നും വസ്ത്രം കീറിയെന്നും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, യൂത്ത് കോൺഗ്രസിന്റെ കണ്ണൂരിലെ പ്രതിഷേധം എങ്ങനെ? ഇപ്പോൾ പോലീസിനെതിരെ യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണങ്ങൾ എങ്ങനെ? റിജിത്ത്, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി കണ്ണൂർ കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ചിനിടെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു. ഇതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുക. ഏതാണ്ട് 4 തവണയോളം ജലപീരങ്കി പ്രയോഗിക്കുകയും പിന്നീട് ബലപ്രയോഗത്തിലേക്കും ലാത്തി ചാർജിലേക്കും വരെ കടന്നു. സമീപകാലത്ത് പോലീസ്
ഏതെങ്കിലും ഒരു സമരത്തെ നേരിടാൻ ഇറക്കാത്ത വിധം, അല്ലെങ്കിൽ കണ്ണൂർ നഗരത്തിൽ പല കളക്ടറേറ്റ് മാർച്ചുകളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ നേരിടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഫോഴ്സ് പോലീസ് ഇറക്കിയിരുന്നു. ഫയർഫോഴ്സ് വാഹനം അടക്കം എത്തിച്ചിരുന്നു. ജലപീരങ്കി ഏതാണ്ട് 4 പ്രാവശ്യം പ്രയോഗിച്ചു. പിന്നീട് വലിയ തോതിലുള്ള ബലപ്രയോഗത്തിലേക്ക് കടന്നു. ഇതിനിടെയാണ് പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ യൂത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. വനിതാ പ്രവർത്തകയുടെ കണ്ണിന് ലാത്തി ഉപയോഗിച്ച് അടിച്ചു. അവർക്ക് പരിക്കുണ്ട്, കാര്യമായ പരിക്കുണ്ട്. അവർ ആശുപത്രിയിലേക്ക് ഇതിനകം മാറ്റിയിട്ടുണ്ട്. മറ്റൊരു പ്രവർത്തക അറസ്റ്റിന് വഴങ്ങാതെ നിന്ന ഘട്ടത്തിൽ അവർ നടുറോട്ടിൽ കിടക്കുകയും പിന്നീട് ആ നടുറോട്ടിൽ നിന്ന് അവർ എഴുന്നേൽക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ അത് എഴുന്നേൽക്കുന്നത് തടയുന്നതിന് വേണ്ടിയും പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ തലമുടി ചവിട്ടി പിടിച്ചു. അവർക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ വന്നു. അതിനിടെ ആ ചവിട്ടി പിടിച്ചത് പ്രതിരോധിക്കാൻ ഇതേ പ്രവർത്തക പോലീസിനോട് തൻ്റെ മുടിയിൽ ചവിട്ടി പിടിച്ചത് മാറ്റണം, കാല് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ബലപ്രയോഗത്തിന് മുതിർന്നു. ആ സമയത്ത് ലാത്തി ഉപയോഗിച്ച് അവരുടെ കഴുത്തിന് കുത്തി എന്ന ആരോപണമുണ്ട്. മറ്റൊരു പ്രവർത്തകന്റെ ഗുരുതരമായ രീതിയിൽ അല്ലെങ്കിൽ അപകടമുണ്ടാക്കത്തക്ക വിധം കഴുത്തിന് കുത്തിപ്പിടിച്ചു എന്ന പരാതി ഉന്നയിക്കുന്നുണ്ട്. ഇതിനാണ് മറ്റൊരു പ്രവർത്തക നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണിന് ഗുരുതരമായ പരിക്ക് തന്നെ ഏൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയേനെ. പക്ഷേ അവർ പിന്നീട് അവശയായി വീഴുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു വനിതാ പ്രവർത്തക ഇതേ സമാനമായ രീതിയിൽ അറസ്റ്റിന് വഴങ്ങാതെ പ്രതിരോധിച്ച ഘട്ടത്തിൽ അവരുടെ വസ്ത്രം കീറി. അത് വളരെ മോശമായ ഒരു പെരുമാറ്റം ആ നിലയ്ക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ലാത്തി ചാർജും വളരെ പരിക്കേൽക്കുന്ന വിധം കാര്യമായ ലാത്തി ചാർജും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് സാധാരണഗതിയിൽ സമരത്തെ നേരിടും, ബലപ്രയോഗം ഉണ്ടാകും, പോലീസ് നീക്കാൻ ശ്രമിക്കും, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ക്രൂരമായ പെരുമാറ്റം അല്ലെങ്കിൽ നിയമവിരുദ്ധമായ ക്രൂരമായ പെരുമാറ്റം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അതിന്റെ ഭാഗമായുള്ള ഗുരുതരം പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. ഒപ്പം ഈ വനിതാ പ്രവർത്തകയെ വസ്ത്രം കീറിയത് അത് ഏതെങ്കിലും തരത്തിൽ ആവശ്യമുണ്ടായിട്ടല്ല, അവരെ ബലം പ്രയോഗിക്കുന്നതിൻ്റെ ഭാഗമായോ മറ്റല്ല, വളരെ മോശമായ രീതിയിൽ അവരോട് പെരുമാറിക്കൊണ്ട് വസ്ത്രത്തിൽ പിടിച്ചു വലിക്കുകയാണ് ചെയ്തത്. അങ്ങനെ വസ്ത്രം കീറുന്ന, അതായത് സമരത്തിനിടെ തന്നെ വസ്ത്രം കീറുന്ന സാഹചര്യം ഉണ്ടായി. മറ്റൊന്ന്, റോഡിൽ കിടന്നിരുന്ന പ്രവർത്തക എഴുന്നേറ്റ് പോകാതിരിക്കാൻ, സാധാരണഗതിയിൽ അവരെ പിടിച്ചു വയ്ക്കാം, അതിനു പകരം അവർ എഴുന്നേറ്റ് പോകാതിരിക്കാൻ മുടിയിൽ ചവിട്ടി പിടിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള പെരുമാറ്റം പ്രാകൃതമായ നടപടിയാണ്. അത് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലും ഉണ്ടാക്കാൻ പാടില്ലാത്തതാണ്. വളരെ മോശമായ ക്രൂരമായ പ്രാകൃതമായ പെരുമാറ്റം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പതിവില്ലാത്ത വിധം ഉണ്ടായി എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. അതൊരു ഗുരുതരമായ ആരോപണമാണ്. പക്ഷേ പോലീസ് ഏതെങ്കിലും നിലയ്ക്ക് സമരത്തിന്റെ ഭാഗമായുള്ള ബലപ്രയോഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ്. മറ്റെന്തെങ്കിലും ഒരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് പ്രാകൃതമായ പെരുമാറ്റം ഉണ്ടായി എന്ന ഗുരുതര ആരോപണമാണ് യൂത്ത് കോൺഗ്രസ് ആവർത്തിച്ചുന്നയിക്കുന്നത്. ശരി, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ കോട്ടയത്തും കണ്ണൂരിലും സംഘർഷം. നമ്മളൊക്കെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്ന, ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു വാർത്ത കൊല്ലത്ത് നിന്ന് ഇന്ന് പുറത്തു വന്നിരുന്നു. മക്കളെ കൊന്ന് പിതാവ്. കൊല്ലം പട്ടത്താനത്ത് മക്കളെ കൊലപ്പെടുത്തി പിതാവ് ആത്മഹത്യ ചെയ്ത നിലയിൽ. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകങ്ങൾക്കും ആത്മഹത്യയ്ക്കും കാരണം എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് മനസ്സിലാക്കുന്നത്. പോലീസ് നൽകുന്ന വിവരം, പട്ടത്താനം സ്വദേശി ജോസ് പ്രമോദും മക്കളുമാണ് മരിച്ചത്. മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കിനെ തുടർന്നാണ് 9 വയസ്സുകാരൻ ദേവനാരായണനും 4 വയസ്സുകാരി ദേവനന്ദയ്ക്കും ജീവൻ നഷ്ടമായത്. കുട്ടികളെ വീട്ടിലെ സ്റ്റെയർകേസിലും അച്ഛൻ ജോസ് പ്രമോദിന്റെ മൃതദേഹം കിടപ്പുമുറിയിലുമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഡോക്ടറായ ഭാര്യ പിണങ്ങിപ്പോയിരുന്നു. ഇരുവരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ ബന്ധുക്കൾ ശ്രമിച്ചെങ്കിലും നടന്നില്ല. പിന്നാലെയാണ് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ജോസ് പ്രമോദ് ആത്മഹത്യ ചെയ്തത്. 2 ദിവസം വഴക്കൊന്നും പറഞ്ഞത് നമ്മൾക്ക് പറഞ്ഞായിരുന്നു. അന്നും പ്രകാരം നമ്മൾ ഇടപെടുന്നതിന് വേണ്ടി ഞാനും എൻ്റെ അളിയനൂടെ വന്നു. രണ്ടുപേരും ഒരു മേശയുടെ അപ്പുറം ഇരുന്ന് സംസാരിച്ചാൽ തീരുന്ന കാര്യങ്ങളെ ഉണ്ടാക്കത്തുള്ളൂ. അപ്പം രണ്ടുപേരും തുറന്ന് പറയുമല്ലോ. അതും പ്രകാരമാണ് ലക്ഷ്മിയെ വിളിക്കുന്നതും ലക്ഷ്മിയുടെ അമ്മയെ വിളിക്കുന്നതും ലക്ഷ്മിയുടെ അച്ഛനെ വിളിക്കുന്നതും. അവരൊന്നും മുതിരുന്നില്ല. ഭാര്യയ്ക്കും സഹോദരിക്കും താനും മക്കളും മരിക്കുന്നുവെന്ന് ജോസ് പ്രമോദ് സന്ദേശം അയച്ചിരുന്നു. ഇന്ന് രാവിലെ ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പോലീസ് എത്തി വാതിൽ തകർത്ത് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കൊല്ലം ACP പ്രദീപ്, ഫോറൻസിക് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്ത് പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹങ്ങൾ മോർച്ചറിയിലേക്ക് മാറ്റി. 24 കൊല്ലം. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട ഒരു പ്രേക്ഷകൻ കുറിക്കുന്നത്, ഇവരൊക്കെ സമരം ചെയ്താൽ രാഹുൽ പുറത്തിറങ്ങുമോ കോടതി പറയാതെ എന്നാണ്. ഹരിദാസ് എന്ന ഐഡിയിൽ നിന്നാണ് ഇത് കുറിക്കുന്നത്. പക്ഷേ ജനാധിപത്യപരമായി പ്രതിഷേധം നടത്താനുള്ള അവകാശം യൂത്ത് കോൺഗ്രസിനുണ്ട്. മറ്റൊരു കമൻറ്റ് അനീഷ് BM എന്ന് പറയുന്ന പ്രേക്ഷകൻ്റെ ഭാഗത്തു നിന്നാണ്. പോലീസുകാരെ യൂത്ത് കോൺഗ്രസ്സുകാർ ആക്രമിക്കുന്നതിനെപ്പറ്റി മാധ്യമങ്ങൾ കുറ്റകരമായ മൗനം പാലിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം.
അതുപോലെ MTയുടെ രാഷ്ട്രീയ വിമർശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കമൻറ്റുകളും പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോയാൽ തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ നഗരത്തിൽ 64-കാരനെ മരത്തടി കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. കോടന്നൂർ സ്വദേശി കുന്നത്ത് വീട്ടിൽ പോളാണ് കൊല്ലപ്പെട്ടത്. കേസിൽ ബന്ധുവായ മടവാക്കര സ്വദേശി കൊച്ചുപോൾ എന്ന രവി പിടിയിലായി. കൊക്കാല ഇറച്ചി മാർക്കറ്റിൽ ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. ജ്യേഷ്ഠാർജന്മാരുടെ മക്കളാണ് ഇരുവരും. മദ്യപാനത്തിനിടെയുണ്ടായ തർക്കമാണ് കൊലപാതക കാരണം. രാത്രി 8 മണിയോടെ ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഇതിനിടെ പോൾ പ്രതിയുടെ മുഖത്ത് അടിച്ചിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ രാത്രി 11 മണിയോടെ പോൾ ഉറങ്ങിക്കിടന്ന സമയത്ത് മരമുട്ടി കൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു. രക്തത്തിൽ കുളിച്ചു കിടന്ന പോളിനെ ഉടൻ തന്നെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാത്രി തന്നെ കസ്റ്റഡിയിലെടുത്ത പ്രതി കൊച്ചുപോളിന്റെ അറസ്റ്റ് തൃശൂർ ഈസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. കാറ്ററിംഗ് തൊഴിലാളിയാണ് പ്രതി കൊച്ചുപോൾ. മരിച്ച പോൾ മാർക്കറ്റിൽ തന്നെ അന്തിയുറങ്ങുന്ന ആളാണ്. 24 തൃശൂർ. കോട്ടയം അടിച്ചിറയിൽ പ്രവാസിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അടിച്ചിറക്കുന്നേൽ വീട്ടിൽ ലൂക്കോസ് ആണ് മരിച്ചത്. കഴുത്തിന് മുറിവേറ്റ നിലയിൽ ഭാര്യയാണ് മൃതദേഹം കണ്ടത്. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 5:30-യോടെയാണ് ലൂക്കോസിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലൂക്കോസിന്റെ ഭാര്യ ലിൻസിയാണ് കഴുത്തറുത്ത നിലയിൽ കിടപ്പുമുറിയിൽ മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് മകനെയും അയൽവാസികളെയും വിവരമറിയിച്ചു. ഗാന്ധിനഗർ പോലീസ് നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന് സമീപത്തു നിന്ന് വിദേശത്തു നിന്നും കൊണ്ടുവന്ന കത്തി കണ്ടെത്തി. അബുദാബിയിൽ ഓയിൽ കമ്പനിയിൽ എഞ്ചിനീയറായ ലൂക്കോസ് കഴിഞ്ഞ മെയ്യിലാണ് ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയത്. നാളെ സഹോദരിയുടെ മകളുടെ വിവാഹ നിശ്ചയത്തിന് കണ്ണൂരിൽ പോകാനിരിക്കെയാണ് ദുരൂഹമായ മരണം. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. 24 കോട്ടയം. തിരുവനന്തപുരത്ത് 14-കാരിക്ക് നേരെ നടന്ന ലൈംഗികാതിക്രമത്തിൽ 43 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന ആരോപണം. മംഗലപുരം പോലീസിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. പോക്സോ വകുപ്പ് പ്രകാരം FIR രജിസ്റ്റർ ചെയ്തിട്ടും പ്രതി കഴക്കൂട്ടം സ്വദേശി ബിനുദാസിനെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല. പോലീസ് ഒത്തുകളിക്കുന്നു എന്ന് സംശയിക്കുന്നതായി കുട്ടിയുടെ പിതാവ് 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. തുമ്പ സ്റ്റേഷൻ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന 14-കാരിയുടെ കുടുംബ സുഹൃത്താണ് പ്രതിയായ കഴക്കൂട്ടം സ്വദേശിയും ശിവസേന നേതാവുമായ ബിനുദാസ്. ഇക്കഴിഞ്ഞ നവംബർ 25-നായിരുന്നു പീഡനം. മംഗലപുരം വേലൂരിലെ പ്രതിയുടെ വീട്ടിലെത്തിച്ചായിരുന്നു ലൈംഗിക അതിക്രമം. വീട് കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് മകളെ ശാരീരികമായി ഉപദ്രവിച്ചു. അവിടെ രഹസ്യഭാഗങ്ങൾ പിടിക്കുകയും അങ്ങനെയൊക്കെ ഉപദ്രവങ്ങൾ ചെയ്ത് മോനെ TV കാണാൻ ഇരുത്തിയിട്ടാണ് ഈ കൃത്യം ചെയ്തത്. സ്കൂളിലെ കൗൺസിലിംഗിനിടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്. സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈനെ വിവരമറിയിച്ചു. 30-ന് മംഗലപുരം പോലീസിൽ പരാതിയും നൽകി. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് കുട്ടിയുടെയും സഹോദരന്റെയും മൊഴിയെടുത്തെങ്കിലും പിന്നീട് ഒരടി മുന്നോട്ട് നീങ്ങിയില്ല. 43 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാത്തതിനു പിന്നിൽ പോലീസ് ഒത്തുകളി സംശയിക്കുന്നതായി പിതാവ് 24-നോട് പറഞ്ഞു. പുള്ളി നമ്മളെ അടുത്താ കൊണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ പോലീസ് പിടിക്കുന്നില്ല. ഒളിച്ചുകളി നടക്കുന്നതായിരിക്കും. ഞാനും അറിഞ്ഞത് അങ്ങനെയാണ് നടക്കുന്നത്. പൈസ കൊടുത്ത് പോലീസിനെ സ്വാധീനിച്ച് നിർത്തിക്കുകയാണ്. 10-60 ദിവസം വരെ അവന് ഉള്ളിൽ നിന്നിട്ട് അവർ രഹസ്യമായിട്ട് ജാമ്യം എടുക്കാം ആ രീതിയിൽ നിൽക്കുന്നതാണ് ഞാനും അറിഞ്ഞത്. പ്രതിക്ക് ഉന്നത സ്വാധീനമെന്നും പരാതി നൽകിയതിനു പിന്നാലെ മകളെ ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പിതാവ് പറഞ്ഞു. പ്രതി ബിനുദാസ് ഒളിവിലാണെന്നും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണെന്നുമാണ് മംഗലപുരം പോലീസിന്റെ വിശദീകരണം. ചൈൽഡ് ലൈനിന്റെ സംരക്ഷണയിലാണ് പെൺകുട്ടി. അലക്സ് റാം മുഹമ്മദ്, 24 തിരുവനന്തപുരം. കൊല്ലത്ത് നിന്ന് പുറത്തു വന്ന നടുക്കുന്ന വാർത്ത, മക്കളെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തു, പിതാവ് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത. അതിൽ ഒരുപാട് പ്രേക്ഷകർ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. ആ മക്കൾ എന്ത് ചെയ്തിട്ടാണ് ജീവൻ വെടിയേണ്ടി വന്നത്, ആരോട് ചോദിക്കാനാണെന്ന് പവിത്രൻ പാതിരാപ്പറ്റ പറയുന്നു. അതുപോലെ ജീവിതം എന്തെന്നറിയുന്നതിന് മുമ്പേ പൊലിഞ്ഞുപോയ ആ കുഞ്ഞുമക്കൾ എന്ത് തെറ്റ് ചെയ്തു, ജന്മം നൽകിയവർക്ക് ഇങ്ങനെ ജീവനെടുക്കാനാവുന്നു എന്ന് റീന സതീശനെ പോലുള്ള പ്രേക്ഷകർക്ക് ചോദിക്കുന്നു. തീർച്ചയായും അതൊരു വളരെ നടുക്കുന്ന, നമ്മളെ ഒരുപാട് അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തയാണ് കൊല്ലത്ത് നിന്ന് പുറത്തു വന്നത്. അന്വേഷണം കൂടുതൽ പേരിലേക്ക്. കൈവെട്ട് കേസിലെ മുഖ്യപ്രതി സവാദ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒളിവിൽ കഴിഞ്ഞത് 8 വർഷം. വളപട്ടണം, ഇരിട്ടി, മട്ടന്നൂർ എന്നിവിടങ്ങളിൽ വാടക വീടുകൾ തരപ്പെടുത്താനും വിവാഹത്തിനും SDPI സഹായം ലഭിച്ചുവെന്നാണ് NIA-യുടെ കണ്ടെത്തൽ. സവാദിന് ഒളിവിൽ കഴിയാൻ സഹായമൊരുക്കിയവർക്കായി NIA അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. തൊടുപുഴയിലെ അധ്യാപകൻ പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ 1-ാം പ്രതി സവാദിന് ഒളിത്താവളമൊരുക്കിയവർക്കായി വല വിരിച്ച് NIA. 13 വർഷത്തെ ഒളിവ് ജീവിതത്തിൽ 8 വർഷവും സവാദ് കഴിഞ്ഞത് കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ. വളപട്ടണം മന്നയിൽ 5 വർഷം താമസിച്ചു. പിന്നീട് ഇരിട്ടി വിളക്കോടേക്കും തുടർന്ന് മട്ടന്നൂർ ബേരത്തേക്കും മാറി. മട്ടന്നൂരിലെ വാടക വീട്ടിൽ നിന്ന് താമസം മാറാനിരിക്കെയാണ് അറസ്റ്റ്.
തുടർച്ചയായി സിം കാർഡുകൾ മാറ്റി ഉപയോഗിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഫോൺ ഉപയോഗിച്ചും ആശയവിനിമയം നടത്തി. വാടക വീടും തൊഴിലും ഒരുക്കി നൽകിയത് SDPI നേതാക്കൾ. വിവാഹത്തിനും സംഘടനാ പിന്തുണ ലഭിച്ചു. പോപ്പുലർ ഫ്രണ്ട് നിരോധത്തോടെ കാര്യങ്ങൾ മാറി. സവാദിന്റെ ചുറ്റുപാട് അറിയില്ലായിരുന്നുവെന്ന ഭാര്യാപിതാവിന്റെ നിലപാട് NIA വിശ്വാസത്തിലെടുത്തിട്ടില്ല. സവാദിനെ സഹായിച്ചവരെന്ന് സംശയിക്കുന്നവരെ ചോദ്യം ചെയ്യാനാണ് NIA നീക്കം. 24 കണ്ണൂർ. കൈവെട്ട് കേസിൽ അറസ്റ്റിലായ സവാദിന്റെ പശ്ചാത്തലം അറിയില്ലായിരുന്നുവെന്ന് ഭാര്യ 24-നോട് പോലീസ് മൊഴി രേഖപ്പെടുത്തി. സവാദ് എന്ന പേര് മാത്രമാണ് സർട്ടിഫിക്കറ്റിൽ കണ്ടതെന്നും യുവതി 24-നോട് പറഞ്ഞു. ഇവര് കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് അറിയായിരുന്നോ? ഇല്ല, എനിക്കറിയില്ലായിരുന്നു. കസ്റ്റഡിയിൽ പേര് അങ്ങനെ ഉണ്ടെന്ന് ഒരു പ്രാവശ്യം സർട്ടിഫിക്കറ്റിൽ കണ്ടല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും കഥകളൊന്നും അറിയില്ല. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ സവാദിന്റെ ഭാര്യയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കം NIA അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. ഈ പശ്ചാത്തലത്തിൽ അവരിതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അരുൺ പൂപ്പറമ്പ. റീജിത്ത്, പോലീസാണ് ഈ ഘട്ടത്തിൽ ഈ സവാദിന്റെ ഭാര്യയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയത്. ഇന്നലെ രാത്രി വീട്ടിൽ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്തി എന്നതാണ് സവാദിന്റെ ഭാര്യ തന്നെ പറയുന്നത്. അതിൽ പ്രധാനമായും പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. സവാദ് എന്ന പേര് സർട്ടിഫിക്കറ്റിൽ നേരത്തെ തന്നെ കണ്ടിരുന്നു. അത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്താണ് സവാദ് എന്ന പേര് കണ്ടത്. അത് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അന്വേഷണ സംഘത്തിനും ആ വിവരമുണ്ട്. ഈ ഭാര്യയ്ക്ക് ഈ സർട്ടിഫിക്കറ്റിൽ ഈ പേര് കണ്ടു എന്ന വിവരമുണ്ട്. അല്ലാതെ സവാദിന്റെ പശ്ചാത്തലമോ സവാദിന്റെ ഈ കേസിനെ പറ്റിയുള്ള മറ്റു വിവരങ്ങളോ തനിക്ക് അറിയില്ല എന്നതാണ് ഈ സവാദിന്റെ ഭാര്യ ഖദീജ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും മാധ്യമങ്ങളോട് പറയാൻ താല്പര്യമില്ല. വിശദമായി എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നാകെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ സവാദിന്റെ ഭാര്യ ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് NIA സംഘം കൂടി ഉടൻ ഈ കാസർഗോഡ് എത്തി ഈ സവാദിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യും എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. NIA സംഘം കാസർഗോട്ടേക്ക് എത്തുമെന്ന വിവരം ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. അത്തരം നടപടിക്രമങ്ങളിലൂടെ ഉൾപ്പെടെ കടക്കുകയാണ്. പോലീസ് എന്തായാലും വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിഭാഗം ഉൾപ്പെടെ ഈ വീട്ടിലെത്തി ഇത്തരം മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട്. എന്തായാലും സവാദിന്റെ പേര് സർട്ടിഫിക്കറ്റിൽ കണ്ടിട്ടുണ്ട്. സവാദിന്റെ കേസിന്റെ പശ്ചാത്തലമോ മറ്റ് കഥകളോ തനിക്കറിയില്ല എന്ന് തന്നെയാണ് സവാദിന്റെ ഭാര്യ പ്രതികരിക്കുന്നത്. ഇത് എത്രത്തോളം വിശ്വാസത്തിലെടുക്കാമെന്ന കാര്യത്തിൽ അന്വേഷണ സംഘം കൂടുതൽ അതിന്റെ അന്വേഷണം നടത്തിയ ശേഷമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇന്നലെ പിതാവും ഇതേ തരത്തിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. സവാദിന്റെ പശ്ചാത്തലം അറിയില്ല എന്ന പ്രതികരണമാണ് നടത്തിയത്. ഇതെല്ലാം വിശ്വാസത്തിൽ അന്വേഷണ സംഘം എടുത്തിട്ടില്ല. കൂടുതൽ അന്വേഷണം അതിന്റെ ഭാഗമായി നടക്കുകയാണ്. ശരി, സവാദുമായി ബന്ധപ്പെട്ട് സവാദ് ഒളിവിൽ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇത്രയും അധികം വർഷങ്ങൾ എങ്ങനെ ഒളിവിൽ കഴിഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് NIA കടന്നിട്ടുണ്ട്. കൈവെട്ട് കേസിൽ അറസ്റ്റിലായ സവാദിന്റെ പശ്ചാത്തലം അറിയില്ലായിരുന്നു എന്നാണ് ഭാര്യ ഇപ്പോൾ 24-നോട് വ്യക്തമാക്കുന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു. മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചിരിക്കുന്നു. അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ നടക്കുക. എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് MG പ്രതീഷ്, ഒപ്പം തന്നെ വാവരുപള്ളിയിൽ നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ എന്നിവർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം MG പ്രതീഷിലേക്ക്. പ്രതീഷ്, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം, ഒപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടുള്ള ചടങ്ങുകൾ, എന്താണ് കാണാൻ കഴിയുന്ന കാഴ്ചകൾ പ്രതീഷ്? റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചത്. ഈ ഹിന്ദുസ്ഥാനിയായ അമ്പലപ്പുഴ ദേശക്കാരുടെ ഈ പേട്ടതുള്ളലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ 11:30 മണിയോട് കൂടിയാണ് പേട്ടതുള്ളൽ ആരംഭിച്ചത്. ഈ ശരണമന്ത്രങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് അമ്പലപ്പുഴ ദേശക്കാരുടെ പേട്ടതുള്ളൽ ഇവിടെ ആരംഭിച്ചത്. വലിയ തരത്തിലുള്ള ആഘോഷങ്ങൾ പേട്ടതുള്ളലുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. നിരവധി തീർത്ഥാടകരാണ് പേട്ടതുള്ളലിനായി എരുമേലിയിൽ എത്തിയിരിക്കുന്നത്. ഇതര സംസ്ഥാനത്ത് നടക്കുമ്പോൾ തീർത്ഥാടകരുടെ വലിയ പ്രവാഹം നിലവിൽ എരുമേലിയിൽ ഉണ്ട്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമിയുടെ സാന്നിധ്യമായ ശ്രീകൃഷ്ണ പരുന്ത 3 തവണ കൊച്ചമ്പലത്തിന് മുകളിൽ വട്ടമിട്ട് പറന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് അമ്പലപ്പുഴ ദേശക്കാരുടെ പേട്ടതുള്ളൽ ആരംഭിച്ചത്. ഈ
കൊച്ചു അമ്പല നടയിൽ നിന്ന് പിന്നീട് വാവര് പള്ളിയിലേക്കാണ് പേട്ടതുള്ളി എത്തിയത്. വലിയ സ്വീകരണത്തോടെയാണ് വാവര് നടയിൽ പേട്ടതുള്ളലിനെ സ്വീകരിച്ചത്. വലിയ തരത്തിലുള്ള ഒരു മതസൗഹാർദ്ദത്തിന്റെ കാഴ്ച തന്നെ നമുക്ക് അവിടെ കാണാൻ കഴിയുമായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട് ദേശത്തിന്റെ പേട്ടതുള്ളൽ നടക്കുന്നത്. ആകാശത്ത് തിളങ്ങുന്നതോടെ പേട്ടതുള്ളൽ ആരംഭിക്കുമെന്നതാണ് ആലങ്ങാട് ദേശവുമായി ബന്ധപ്പെട്ടുള്ള ഐതിഹ്യം. അമ്പലപ്പുഴ സംഘത്തോടൊപ്പം വാവരിൽ പോയിരുന്ന വിശ്വാസം കണക്കിലെടുത്ത ആലങ്ങാട് നിന്നുള്ള ഈ പേട്ടതുള്ളൽ സംഘം വാവരിൽ പ്രവേശിക്കാതെയാണ് പിരിയുന്നത്. എന്തായാലും ഇപ്പോൾ അമ്പലപ്പുഴ ദേശത്തിന്റെ പേട്ടതുള്ളൽ പൂർത്തിയാവുകയാണ്. വലിയ തരത്തിൽ ആഘോഷം വാദ്യമേളങ്ങളുടെ അകമ്പടികൾ ശരി, എം ജി പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ ഉച്ചയ്ക്ക് ശേഷമാണ് ആരംഭിക്കാൻ പോകുന്നത്. ശ്രീകുമാരൻ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വാവരുപള്ളിയിൽ നിന്നാണ് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകാൻ പോകുന്നത്. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? അതായത് അല്പസമയം മുൻപാണ് ഭക്തിസാന്ദ്രമായി ആനപ്പുറത്ത് ഇത്തരത്തിൽ അമ്പലപ്പുഴ സംഘം എഴുന്നള്ളി എത്തിയത്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അയ്യപ്പന്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ഉച്ചയ്ക്ക് 12 മണിയോട് ശ്രീകുമാറിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്, അത് പരിഹരിച്ച ശേഷം ശ്രീത്തിലേക്ക് എത്താം. ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ ആരംഭിച്ചിരിക്കുകയാണ്. അയ്യപ്പൻ്റെ മാതൃസ്ഥാനീയരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടതുള്ളുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് ആലങ്ങാട് സംഘത്തിൻ്റെ പേട്ടതുള്ളൽ നടക്കാൻ പോകുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പേട്ടതുള്ളൽ തുടരുകയാണ്. എരുമേലി പേട്ടതുള്ളൽ ദിവസമായതിനാൽ ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണം പൊതുവെ കുറവാണ്. 26,000 അയ്യപ്പന്മാരാണ് ഇന്ന് ഉച്ചവരെ മാത്രം 18-ാം പടി കയറിയത്. മകരവിളക്കിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമലയിൽ ഉന്നതതല യോഗവും ചേർന്നു. ഇന്നലെയും ഇന്നുമായി സന്നിധാനത്ത് തിരക്ക് കുറവാണ്. നടപ്പന്തലിലുൾപ്പെടെ വലിയ ക്യൂവില്ല. മകരജ്യോതി ദർശനം കണക്കാക്കിയെത്തുന്ന ഭക്തരാണ് കൂടുതൽ. നിലവിൽ പാണ്ടിത്താവളത്തും പരിസര പ്രദേശങ്ങളിലും തീർത്ഥാടകർ പർണശാലകൾ പണിതു തുടങ്ങി. ഒരുക്കങ്ങൾ വിലയിരുത്താൻ സന്നിധാനത്ത് ഉന്നതതല യോഗം ചേർന്നു. നമ്മൾ മകരവിളക്കിനെ മുന്നോട്ട് കണ്ടുകൊണ്ട് എല്ലാ വർഷങ്ങളും നമുക്ക് ഏകദേശം ഒരു 1.5 ലക്ഷത്തിൽ അതിന് മേളിലോട്ടുമുള്ള ക്രൗഡുകൾ നമ്മൾ സന്നിധാനത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മകരവിളക്ക് കാണാൻ. അപ്പം ഇനി വരുന്ന ദിവസങ്ങൾ, ഇന്ന് വരുന്നതും നാളെ വരുന്നതും അടുത്ത ദിവസങ്ങളിലുള്ള ക്രൗഡുകൾ നമ്മളിവിടെ എക്സ്പെക്റ്റഡ് ആണ്. നാളെയോടെ തിരക്ക് വർദ്ധിക്കുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ പ്രതീക്ഷ. 24 സന്നിധാനം. സഫീർ മണ്ണാർക്കാട് എന്ന പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ കുറിക്കുന്നത് 24ന്റെ ഗുഡ് ആഫ്റ്റർനൂൺ പരിപാടി കാണാനുള്ള യൂട്യൂബ് പ്രേക്ഷക അസോസിയേഷൻ ഹാജർ എന്നാണ് സഫീർ പറയുന്നത്. സഫീർ പറഞ്ഞത് ശരിയാണ്. ഈ പരിപാടി ദിവസവും കാണാനെത്തുന്ന ചില പ്രേക്ഷകരുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടി മാത്രമല്ല, നമ്മുടെ മോർണിംഗ് ഷോ പോലുള്ള പരിപാടികൾ, പൊതുജനം പോലുള്ള പരിപാടികളൊക്കെ കാണാൻ നിരന്തരമായി എത്തുകയും കമൻറ്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അവരുടെ കമൻറ്റുകൾ എല്ലാ ദിവസവും ഞങ്ങൾ കാണാറുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നിങ്ങൾ ആ പരിപാടികൾ നിരന്തരമായി കാണുന്നു എന്നുള്ളത്. ഇനി നമ്മൾ പതിവ് സെഗ്മെന്റിലേക്കാണ്, ബിസിനസ് വാർത്തകളിലേക്കാണ് കടക്കാൻ പോകുന്നത്. മാർക്കറ്റ് വ്യൂവുമായി പ്രേക്ഷകർക്കൊപ്പം സൂര്യശ്രീ എത്തും. സൂര്യശ്രീയിലേക്ക്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. നമസ്കാരം, മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം തലക്കെട്ടുകൾ. രാജ്യത്തെ ഓഹരി വിപണികൾ ഉണർവിൽ, വ്യാപാരം തുടരുന്നു. ദേശീയ ഓഹരി വിപണി റെക്കോർഡ് ഉയരമായ 21,837-ലെത്തി. സെൻസെക്സ് 600 പോയിന്റിലേറെ ഉയർന്ന് വ്യാപാരം തുടരുന്നു. വിപണിക്ക് തുണയായി IT കമ്പനികളിലെ മെച്ചപ്പെട്ട പാദഫലങ്ങൾ. യമനിലെ സംഘർഷത്തെ തുടർന്ന് എണ്ണവില കൂടി. ഹൂതികൾക്കെതിരായ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക നീക്കത്തെ തുടർന്ന് രേഖപ്പെടുത്തിയത് 2% വർധന. ബ്രൈന്റ് ക്രൂഡ് ഫ്യൂച്ചറുകൾക്ക് 2.3% ഉയർന്നു.
വിമാന ടിക്കറ്റ് നിരക്കുകൾ ഉയരാൻ സാധ്യത. പൈലറ്റുമാരുടെ അധിക വിശ്രമവും ഡ്യൂട്ടി കാലയളവും സംബന്ധിച്ച പുതിയ നിയമങ്ങൾ ചെലവ് കൂട്ടുമെന്ന് സൂചന. നിയമം നടപ്പാക്കുന്നതിനായി പൈലറ്റുമാരുടെ എണ്ണത്തിൽ 20% വർധന ആവശ്യമെന്ന എയർലൈൻ കമ്പനികൾ. വിമാന കമ്പനികൾ DGCയുടെ മൃദു സമീപനം ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ. $100 കോടി ക്ലബിലേക്ക് തിരിച്ചെത്തി മുകേഷ് അംബാനി. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓഹരി വില ഉയർന്നത് ആസ്തി കൂട്ടി. ഓഹരി വില ഉയർന്നതോടെ റിലയൻസ് ആസ്തി 2.8 ബില്യൺ ഉയർന്ന $101.8 ബില്യൺ ആയി. തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്ന പാകിസ്ഥാൻ ആശ്വാസം. $700 മില്യൺ വായ്പയ്ക്ക് പാകിസ്ഥാന് അന്തിമ അനുമതി നൽകി അന്താരാഷ്ട്ര നാണ്യനിധി. പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 2% വളർച്ച കൈവരിക്കുമെന്ന IMF പ്രവചനം. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ബിസിനസ് ഹെഡ്ലൈൻസ്. ഇനി നമുക്ക് വിപണിയുടെ ഒരു ട്രെൻഡിലേക്ക് പോകാം. ഓഹരി വിപണിയെ സംബന്ധിച്ച് ഇന്നൊരു കുതിച്ചുചാട്ടത്തിന്റെ ദിവസമാണ്. രാവിലെ ഉണ്ടായിരുന്ന ആ ഉണർവ് ഇപ്പോഴും ഓഹരി വിപണിയിൽ നമുക്ക് പ്രകടമായി തന്നെ കാണാനായിട്ട് സാധിക്കും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി റെക്കോർഡ് ഭേദിച്ചാണ്, റെക്കോർഡ് ഉയരത്തിലാണ് വ്യാപാരം നടക്കുന്നത്. നിലവിൽ നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നത് റെക്കോർഡ് ഉയരമായ 21,868 എന്ന പോയിന്റിലാണ് നിലവിൽ നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നത്. റെക്കോർഡ് ഉയരത്തിലാണ് നിലവിൽ നിഫ്റ്റിയിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി സൂചികളെല്ലാം തന്നെ ഉണർവിന്റെ ഒരു പ്രതിഫലനത്തിൽ കാണാനായിട്ട് സാധിക്കും. രാവിലെ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് അല്പം ഒന്ന് ഡൗൺ ആയെങ്കിലും ഇപ്പോഴും നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് നമുക്ക് പ്രകടമാകുന്നതാണ്. നിഫ്റ്റി ബാങ്കും അതുപോലെ തന്നെ 47,753 എന്ന പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി സൂചികളിലൊക്കെ തന്നെ ഒരു പോസിറ്റീവ് ഉണർവ് നമുക്ക് പ്രകടമായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സും നിലവിൽ ഉണർവിലാണ്. 810 പോയിന്റ് ഉണർന്ന് 72,531 പോയിന്റിലാണ് നിലവിൽ സെൻസെക്സിൽ വ്യാപാരം നടക്കുന്നത്. IT കമ്പനികളുടെ ഒക്കെ തന്നെ ഒരു വരുമാന കണക്ക് പുറത്തു വന്ന ഒരു സാഹചര്യത്തിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്കാണ് ഓഹരി വിപണി കടന്നിരിക്കുന്നത്. ആ IT കമ്പനികളുടെ വരുമാനം ഒക്കെ തന്നെ നിലവിൽ ഇന്ത്യൻ ഓഹരി വിപണികളിൽ വളരെ മികച്ച രീതിയിൽ ഒരു പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഇനി നമുക്ക് മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFSന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ്. നിലവിൽ രാവിലെ കണ്ട ഒരു ഉണർവ് ഇപ്പോഴും വിപണികളിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സെൻസെക്സും ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും റെക്കോർഡ് ഉയരത്തിലാണ് വ്യാപാരം നടക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഈ ഒരു ഉണർവ് പ്രകടമായി തന്നെ തുടരുന്നത്? IT കമ്പനികളുടെ വരുമാന കണക്ക് പുറത്തുവിട്ടുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഒരു റിഫ്ലക്ഷൻ ആണോ കാരണം? അതെ, കാരണം ഇന്നലെ പ്രധാനപ്പെട്ട 2 കമ്പനികളുടെ, അതായത് ഇൻഫോസിസിന്റെ TCSന്റെ റിസൾട്ടുകൾ വന്നത് പ്രതീക്ഷിച്ചതിനേക്കാളും മെച്ചപ്പെട്ട ഒരു റിസൾട്ടാണ് അവർ കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് കാലത്ത് തന്നെ മാർക്കറ്റിൽ എല്ലാ IT കമ്പനികളും ഏകദേശം TCS 4% ഉയർന്നപ്പോൾ ഇൻഫോസിസ് 7.5% ഉയരത്തിലാണ്, വിപ്രോ 4%, ടെക് മഹീന്ദ്ര 4.5%, HCL ടെക് 3%. ഇങ്ങനെ ഈ രീതിയിൽ എല്ലാ IT കമ്പനികളും ഉയരത്തിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. നിഫ്റ്റി IT ഏകദേശം 5% ഉയരത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ IT സെക്ടറാണ് ഇന്ന് ഈ മാർക്കറ്റിനെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, മാർക്കറ്റിൽ ഒന്ന് താഴെ പോകും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു ഷോർട്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. ആ ഷോർട്ട് കവറിങ്ങും കൂടെ ഈ മാർക്കറ്റ് കാലത്ത് വന്ന ഉണർവ് വീണ്ടും ഉയരാനുള്ള ഒരു കാരണം ഷോർട്ട് കവറിങ്ങും കൂടിയാണ്. ഇത് ഓൾ ടൈം ഹൈ ആയിരുന്ന 21,834 കവർ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ട്. 23,000 വരെ ഈ നിഫ്റ്റി മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത് വരുന്ന ദിവസങ്ങളിൽ. നിലവിൽ വിപണികളിൽ വൻ കുതിച്ചുചാട്ടത്തിന്റെ ഒരു ദിവസമാണ് ഇരിക്കുന്നത്. ഇൻട്രാ ട്രേഡിൽ നമുക്ക് വ്യക്തമായി പ്രകടമാകുന്നത്. ഇനി വെരി ഗുഡ് ആഫ്റ്റർനൂണിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം TK റിജിത്ത്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. നേരത്തെ നമ്മുടെ ഈ പരിപാടിയുടെ ചില സ്ഥിരം പ്രേക്ഷകരെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിന് ഷിനോയ് സേവ്യർ എന്ന് പറയുന്ന പ്രേക്ഷകൻ കുറിക്കുന്നത്, ന്യൂസിലാൻഡിൽ നിന്നും ഞാനും സ്ഥിരം 24 കാണാറുണ്ട്, അതുകൂടി ഒന്ന് പരാമർശിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ് ഷിനോ സേവ്യർ പറയുന്നത്.
അതുപോലെ പ്രവീൺ രാജ് പറയുന്നു 24 ന്യൂസിൻ്റെ ഗുഡ് ആഫ്റ്റർനൂൺ ആണ്, ഞങ്ങൾ UK-യിൽ ജോലി ചെയ്യുന്നവരുടെയും മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരുടെയും ഗുഡ് മോർണിംഗ് ന്യൂസ് എന്ന് പറയുന്നു. എന്തായാലും എല്ലാവരും 24-നൊപ്പം തുടരുന്നതിൽ, ഈ വാർത്താ യാത്രയ്ക്കൊപ്പം സഞ്ചരിക്കുന്നതിൽ വലിയ സന്തോഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക് ഇന്നും ED-ക്ക് മുന്നിൽ ഹാജരായില്ല. പാർട്ടി സെക്രട്ടേറിയറ്റ് ഉള്ളതുകൊണ്ട് ഹാജരാകില്ല എന്ന് ED അറിയിച്ചു. ഇതിനിടെ ED സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി വീണ്ടും ഹൈക്കോടതിയിലെത്തി. നേരത്തെ നൽകിയ രേഖകൾ തന്നെയാണ് ED വീണ്ടും ആവശ്യപ്പെടുന്നതെന്ന് കിഫ്ബി വ്യക്തമാക്കി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇന്ന് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം. എന്നാൽ പാർട്ടി സെക്രട്ടേറിയറ്റ് ഉള്ളതുകൊണ്ട് ഹാജരാകില്ലെന്ന് തോമസ് ഐസക് ED-യെ അറിയിച്ചു. ക്രമരഹിത ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കിഫ്ബിയാണ് പരിശോധിക്കേണ്ടതെന്നും അതിന് തന്റെയും ബന്ധുക്കളുടെയും അക്കൗണ്ട് വിവരങ്ങൾ ആവശ്യമില്ലെന്നും ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. കിഫ്ബി നൽകിക്കഴിഞ്ഞിട്ടുള്ള വിവരത്തിൻ്റെ അപ്പുറം എന്ത് വിവരം എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടട്ടോ. ഇതിലെന്തിനാ എൻ്റെ അക്കൗണ്ട് നോക്കേണ്ടത്? ക്രമരഹിതമായിട്ടാണോ വായ്പ എടുത്ത്? ഈ വായ്പയുടെ എല്ലാം ഓൺലൈനാണ്, എൻ്റെ കയ്യിലോട്ടെല്ലാം പണം വരൂ. വെറുതെ ഹരാസ് ചെയ്യുക, വിളിക്കുക, എന്നിട്ട് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ ഉച്ചവരെയും വൈകുന്നേരം വരെയും വെറുതെ നിർത്തുക. ശരി, അടുത്ത ദിവസം വാ. ഇതിനിടെ ED സമൻസ് ചോദ്യം ചെയ്ത് കിഫ്ബി വീണ്ടും ഹൈക്കോടതിയിലെത്തി. നേരത്തെ നൽകിയ രേഖകൾ തന്നെയാണ് ED വീണ്ടും ആവശ്യപ്പെടുന്നതെന്ന് കിഫ്ബി വ്യക്തമാക്കി. രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളാണ് വേണ്ടതെന്നും അതിനുശേഷമേ മൊഴിയെടുക്കാൻ സാധിക്കൂവെന്നും ED ബോധിപ്പിച്ചു. ED ആവശ്യപ്പെട്ട സാക്ഷ്യപ്പെടുത്തിയ രേഖകൾ നൽകുന്നതിൽ തെറ്റെന്താണെന്ന് കിഫ്ബിയോട് കോടതി ആരാഞ്ഞു. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ED-ക്ക് നിർദ്ദേശം നൽകിയ കോടതി ഹർജി ഈ മാസം 17-ലേക്ക് മാറ്റി. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ഓയൂരിൽ അക്രമി സംഘം കമ്മൽ കവർന്നെന്ന പെൺകുട്ടിയുടെ പരാതി വ്യാജം. വീട്ടിൽ നിന്ന് സ്നേഹവും പരിഗണനയും കിട്ടാത്തതിൽ മനോവിഷമത്തെ തുടർന്നാണ് വ്യാജ പരാതി ഉന്നയിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. കമ്മൽ മോഷണം പോയിട്ടില്ല. കമ്മൽ കണ്ടെത്താൻ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അരുൺരാജ്, രാവിലെയാണ് ഈ ട്യൂഷന് പോകുന്ന വിദ്യാർത്ഥിയുടെ കമ്മൽ മോഷണം പോയതായും ഇരുചക്ര വാഹനത്തിലെത്തിയവർ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതായും ഈ പെൺകുട്ടി നാട്ടുകാരോടും ബന്ധുക്കളോടും അടക്കം പറഞ്ഞത്. തുടർന്ന് സ്ഥലത്ത് പോലീസ് എത്തിയവർക്ക് പരിശോധനയിലാണ് ഈ പെൺകുട്ടിയുടെ പരാതി വ്യാജമെന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പരിഗണനയും സ്നേഹവും കിട്ടാത്തതിൽ മനോവിഷമം ഈ കുട്ടിക്കുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് അക്രമം ഉണ്ടായി എന്ന വ്യാജ പരാതി, ആ ഒരു വ്യാജമായ ആരോപണം കുട്ടി ഉന്നയിക്കുന്നത്. അത് വീട്ടിൽ നിന്ന് ഒരു കെയർ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് കിട്ടുന്നതിന് വേണ്ടിയാണ് കുട്ടി ഇത്തരത്തിൽ പറഞ്ഞത് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. കുട്ടിക്ക് പരിക്കേറ്റിട്ടില്ല എന്നതാണ് നിലവിൽ പോലീസ് പറയുന്നത്. കമ്മൽ മോഷണം പോയിട്ടില്ല. അതേസമയം കമ്മൽ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. വിശദമായി അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ പരാതി സംബന്ധിച്ച് കൂടുതൽ വ്യക്തതയാണ് ഇപ്പോൾ പോലീസ് തേടുന്നത്. ശരി, അരുൺരാജ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് അനുമതി തേടിയാൽ നൽകുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. സംസ്ഥാനത്ത് ടൂറിസ്റ്റുകളെ ഒരിക്കലും തടയാറില്ല എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പരിഹാസം. വടക്ക് കിഴക്കൻ മേഖലയിലെ വികസനത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് BJP-യെ കോൺഗ്രസ് വെല്ലുവിളിച്ചു. മണിപ്പൂരിന് പിന്നാലെ അസമിലും യാത്രാ അനുമതി നിഷേധിക്കുന്നുവെന്ന കോൺഗ്രസിന്റെ ആരോപണം തള്ളുകയാണ് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. യാത്രയ്ക്കായി കോൺഗ്രസ് ഇനിയും അനുമതി തേടിയിട്ടില്ലെന്നും അസം സർക്കാർ വ്യക്തമാക്കി. അനുമതി തേടിയാൽ നൽകുമോ എന്ന ചോദ്യത്തിന് ടൂറിസ്റ്റുകളെ ഒരിക്കലും തടയാറില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ പരിഹാസം. മാധ്യമങ്ങളിലൂടെയുള്ള വിവരം മാത്രമേ ഉള്ളൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കോൺഗ്രസ് അനാവശ്യ വിവാദം സൃഷ്ടിക്കുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ദേശീയപാത വഴി യാത്ര നടത്താമെന്നാണ് സർക്കാർ നിർദ്ദേശം. ധേമാജി ജില്ലയിലെ ഗോമുഖിലും ജോർഹട്ടിലുമാണ് യാത്രയ്ക്ക് അനുമതി നൽകിയില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചത്. മണിപ്പൂർ കലാപവും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ വികസനവും ചർച്ച ചെയ്താകും രാഹുൽ ഗാന്ധി നയിക്കുന്ന യാത്ര ഈ മാസം 14-ന് തൗബാലിൽ നിന്ന് ആരംഭിക്കുക. 24, ഡൽഹി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് ബഹിഷ്കരിക്കുന്നതിൽ കോൺഗ്രസിൽ ഭിന്നത രൂക്ഷമായി തന്നെ തുടരുകയാണ്. പരസ്യ പ്രതികരണം ഒഴിവാക്കണം എന്നാണ് PCCകൾക്ക് ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനമാണ് BJP തുടരുന്നത്. പ്രതിഷ്ഠാ ചടങ്ങിന് 11 നാൾ ബാക്കി നിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബ്ദ സന്ദേശം പുറത്തിറക്കി. അയോധ്യ രാമക്ഷേത്ര ചടങ്ങ് ബഹിഷ്കരിച്ച കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ ഭിന്നതകൾ തുടരുകയാണ്. ചടങ്ങിനെ പിന്തുണച്ച് പല നേതാക്കളും നടത്തിയ പരസ്യ പ്രതികരണം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് തലവേദനയായി. പാർട്ടിക്കുള്ളിൽ ഭിന്നത ജനങ്ങൾക്കിടയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് വിലയിരുത്തിയ ഹൈക്കമാൻഡ് പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്ന് PCCകൾക്ക് നിർദ്ദേശം നൽകി. ഹിമാചൽ മന്ത്രി വിക്രമാദിത്യ സിംഗിന്റെയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗിന്റെയും ചടങ്ങിനെ അനുകൂലിച്ച് നടത്തിയ പ്രതികരണങ്ങൾ BJP തന്നെ കോൺഗ്രസിനെതിരായി ഉപയോഗിക്കുന്നുണ്ട്.
ശ്രീരാമനെ വിശ്വാസമില്ലാത്തവരാണ് ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നതെന്ന് കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി വിമർശിച്ചു. പ്രതിഷ്ഠാ ചടങ്ങിൽ അനുഗ്രഹം അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശബ്ദ സന്ദേശം പുറത്തിറക്കി. ഇന്നു മുതൽ 11 ദിവസത്തെ വ്രതമനുഷ്ഠിക്കുമെന്നും ചടങ്ങിന് സാക്ഷ്യം വഹിക്കുവാൻ കഴിയുന്നത് ഭാഗ്യമാണെന്നും പ്രധാനമന്ത്രി സന്ദേശത്തിലൂടെ അറിയിച്ചു. 24 ഡൽഹി. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയമാണ്. ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് MTയുടെ രാഷ്ട്രീയ വിമർശനവുമായി ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിലൊന്ന് വെള്ളാപ്പള്ളി നടേശൻ്റേതാണ്. MT പറഞ്ഞതിനെപ്പറ്റി പലരും പലതാണ് പറയുന്നത്, അതുകൊണ്ട് തൽക്കാലം അഭിപ്രായം പറയുന്നില്ല എന്നാണ് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. സക്കറിയയുടെ പ്രതികരണം പുറത്തു വരുന്നു. MT പറഞ്ഞത് ഗൗരവമായ വിഷയമാണ്, അതിനെ ഇഷ്ടമുള്ളതുപോലെ വായിക്കാം. വ്യക്തിപൂജയ്ക്ക് ശിശുക്കൾ പോലും എതിരാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുപോലെ സാറ ജോസഫിൻ്റെ പ്രതികരണം കൂടി അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നു. MTയുടെ പ്രസംഗം ആശ്വാസത്തിൻ്റെ നെടുവീർപ്പാണ് തന്നിൽ ഉണ്ടാക്കിയത്. MTയുടെ പ്രസംഗം ഏതെങ്കിലും വ്യക്തികളുടെ നേർക്ക് തിരിച്ചാൽ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ കനം നഷ്ടപ്പെടും എന്ന് സാറ ജോസഫ് വ്യക്തമാക്കുന്നു. സംസ്ഥാനവും കേന്ദ്രവും നടത്തുന്ന അധികാര പ്രയോഗം MTയുടെ പ്രസംഗത്തെ ഗൗരവമായി ചർച്ചയ്ക്കെടുക്കണമെന്നാണ് സാറ ജോസഫ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. ഇനി ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് റിപ്പോർട്ടുകളുമായി തിരികെ എത്താം. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. ബംഗാളിൽ വഴിമുട്ടി ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് വിഭജന ചർച്ച. കോൺഗ്രസിന് 2ൽ കൂടുതൽ സീറ്റ് നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ്. മമതാ ബാനർജി അത് വ്യക്തമാക്കി കഴിഞ്ഞു. ദേശീയ സഖ്യ സമിതിയുമായുള്ള ചർച്ചയിൽ സഹകരിക്കേണ്ട എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തീരുമാനം. ബംഗാളിൽ മമതയുടെ കരുണ ആവശ്യമില്ല എന്നാണ് PCCയുടെ പ്രതികരണം. ബംഗാളിൽ ദുർബലമാണെന്ന് കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കണമെന്ന് തുറന്നടിച്ച തൃണമൂൽ കോൺഗ്രസിന് വാഗ്ദാനം ചെയ്തത് 2 സീറ്റുകൾ. കോൺഗ്രസിന്റെ നിലവിലെ സിറ്റിംഗ് സീറ്റായ മാൽഡ ദക്ഷിണും ബഹരംപൂരും. 2019 ഈ 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് 30% വോട്ടുകൾ കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞതെന്നാണ് തൃണമൂലിന്റെ വാദം. മമതയുടെ കരുണ കോൺഗ്രസിന് ആവശ്യമില്ലെന്നാണ് PCCയുടെ മറുപടി. കോൺഗ്രസ് രൂപീകരിച്ച ദേശീയ സഖ്യ സമിതി തൃണമൂൽ നേതൃത്വത്തെ ചർച്ചയ്ക്ക് ക്ഷണിച്ചെങ്കിലും പ്രതിനിധികളെ അയക്കേണ്ടെന്ന നിലപാടിലാണ് തൃണമൂൽ. ബംഗാളിൽ സ്വീകരിച്ച നിലപാടിനപ്പുറം ഡൽഹിയിൽ ചെന്ന് കൂടുതൽ ചർച്ച ചെയ്യേണ്ടെന്നാണ് വാദം. 2019 BJPയും തൃണമൂലുമായി ഏറ്റുമുട്ടിയ കോൺഗ്രസിന് 10 സീറ്റിൽ വരെ മത്സരിക്കാൻ അർഹതയുണ്ടെന്നാണ് PCCയുടെ നിലപാട്. സിറ്റിംഗ് സീറ്റുകൾ കൂടാതെ റായ്ഗഞ്ച്, മാൽഡ ഉത്തർ, ജംഗിപ്പൂർ, മുർഷിദാബാദ് മണ്ഡലങ്ങളിലാണ് കോൺഗ്രസിന്റെ നോട്ടം. 42 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ബംഗാളിൽ ഓരോ സീറ്റും ഇന്ത്യ സഖ്യത്തിന് നിർണായകമാണ്. ആം ആദ്മി പാർട്ടി, സമാജ്വാദി പാർട്ടി, JDU എന്നിവരുമായി കോൺഗ്രസിന്റെ 2ാം ഘട്ട സീറ്റ് വിഭജന ചർച്ച ഇന്ന് നടക്കും. 24 ഡൽഹി. ബംഗാളിൽ കുരുക്കുമുറുക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മന്ത്രി സുജിത് ബോസ് അടക്കം തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിൽ ED റെയ്ഡ് നടത്തുകയാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ അഴിമതി കേസിലാണ് EDയുടെ നടപടി. റെയ്ഡിനെതിരെ ആരോപണ പ്രത്യാരോപണവുമായി BJPയും തൃണമൂൽ കോൺഗ്രസും രംഗത്തുണ്ട്. തൃണമൂൽ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച വിവാദം കെട്ടടങ്ങും മുൻപാണ് 24 നോർത്ത് പർഗാനയിൽ വീണ്ടും ED റെയ്ഡ്. കൊൽക്കത്ത അടക്കം 7 ഇടങ്ങളിലാണ് കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷാ വലയത്തിൽ റെയ്ഡ് പുരോഗമിക്കുന്നത്. മന്ത്രി സുജിത് ബോസ് കൂടാതെ തൃണമൂൽ കോൺഗ്രസ് MLA തപസ് റോയ്, മുൻ മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ സുബോധ് ചക്രബർത്തിയുടെ വീടുകളിലും സ്ഥാപനങ്ങളിലുമാണ് റെയ്ഡ്. 2014-18 കാലയളവിൽ നടന്ന മുനിസിപ്പാലിറ്റി നിയമന അഴിമതി കേസിലാണ് നടപടി. കഴിഞ്ഞ വർഷം കൽക്കട്ട ഹൈക്കോടതി മുനിസിപ്പാലിറ്റി നിയമനങ്ങളിലെ അഴിമതിയിൽ CBI അന്വേഷണം നിർദ്ദേശിച്ചിരുന്നു. കള്ളന്മാരുടെ വീടുകളിൽ റെയ്ഡ് ഉണ്ടാകുമെന്ന് തൃണമൂലിനെതിരെ BJP തുറന്നടിച്ചു. രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമായ നടപടി BJPയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് തൃണമൂൽ ആരോപിച്ചു. അതേസമയം ED സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ ചീഫ് സെക്രട്ടറിയും ആഭ്യന്തര സെക്രട്ടറിയും സർക്കാർ നിലപാട് വിശദീകരിച്ചതായി ഗവർണർ CV ആനന്ദ ബോസ് വ്യക്തമാക്കി. 24 ഡൽഹി. പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക് കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ സുനിൽ ചന്ദ്രൻ, അതുപോലെ പ്രസീത മണികണ്ഠൻ, ലിജോ ജോസഫ്, അതുപോലെ സുചിത്ര ദേവി മംഗലത്ത് തുടങ്ങിയ പ്രേക്ഷകരൊക്കെ ഹാഷ്മി എവിടെ പോയി എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അവധിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് അവധിയാണ്. നാളെ ഈ പരിപാടിയുമായി ഹാഷ്മി എത്തും. വിവാദ പരാമർശവുമായി സത്താർ പന്തല്ലൂർ. വിവാദ പരാമർശവുമായി SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവെട്ടാൻ പ്രവർത്തകർ ഉണ്ടാകും എന്നായിരുന്നു സത്താർ പന്തല്ലൂരിന്റെ മുന്നറിയിപ്പ്. SKSSF മുഖദ്ദസ് സന്ദേശയാത്രയുടെ സമാപന റാലിയിലായിരുന്നു ഈ വിവാദ പരാമർശം. പട്ടിക്കാട് ജാമ്യ സമ്മേളനത്തിൽ നിന്ന് സത്താർ പന്തല്ലൂർ അടക്കമുള്ള ലീഗ് വിരുദ്ധരായ നേതാക്കളെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട വിവാദം തുടരുകയാണ്.
അതിനിടയിലാണ് സത്താർ പന്തല്ലൂരിന്റെ വിവാദ പരാമർശം. സമസ്ത മുഷാവറ ഒരു തീരുമാനമെടുത്താൽ അത് അംഗീകരിക്കണം. അംഗീകരിക്കാത്തവരെ സമസ്തയ്ക്കും SKSSF-നും ആവശ്യമില്ല. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്താൻ വരുന്നവരുടെ കൈവെട്ടാൻ SKSSF പ്രവർത്തകർ ഉണ്ടാകുമെന്ന് സത്താർ പന്തല്ലൂർ. അതിന്റെ ഉസ്താദുമാരെ, അതിന്റെ സാദാത്തുക്കളെ വെറുപ്പിക്കാനും പ്രയാസപ്പെടുത്താനും പ്രഹരമേൽപ്പിക്കാനും ആര് വന്നാലും ആ കൈവെട്ടാൻ SKSF പ്രവർത്തകന്മാർ മുന്നോട്ടുണ്ടാകും. ഇതിനെ അപമര്യാദയായിട്ട് ആരും കാണേണ്ടതില്ല. സത്താർ പന്തല്ലൂരിന്റെ പ്രസംഗത്തിലുടനീളം മുസ്ലിം ലീഗിനും സാദിഖലി തങ്ങൾക്കുമെതിരെയുള്ള ഒളിയമ്പുകൾ ഉണ്ടായിരുന്നു. എന്നാൽ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്നാണ് ലീഗ് നിലപാട്. സംഘടനാപരമായ കാര്യങ്ങൾക്കൊക്കെ സമസ്തയുടെ കാര്യങ്ങൾക്ക് അവർ മറുപടി പറയും. ഞങ്ങൾ അതിൽ മറുപടി പറയേണ്ട കാര്യമില്ല. നമ്മളിപ്പോ ആ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് പൊളിറ്റിക്കലോ അത് അവർ കാര്യങ്ങൾ വിലയിരുത്തട്ടെ. പരാമർശം സംഘടനയിൽ ചർച്ചയാക്കാനും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകാനുമാണ് സമസ്തയിലെ ലീഗ് അനുകൂല വിഭാഗത്തിന്റെ നീക്കം. കൈവിട്ട് പരാമർശം ആലങ്കാരിക പ്രയോഗം മാത്രമാണ് എന്നാണ് പന്തല്ലൂരിനെ അനുകൂലിക്കുന്നവരുടെ വാദം. ജാമ്യ സമാപന സമ്മേളനത്തിൽ ലീഗ് സമസ്ത ഐക്യത്തിന് നേതാക്കൾ ആഹ്വാനം ചെയ്തെങ്കിലും ഭിന്നത കെട്ടടങ്ങിയിട്ടില്ല എന്നാണ് പുതിയ വിവാദം തെളിയിക്കുന്നത്. 24 മലപ്പുറം. MTയുടെ രാഷ്ട്രീയ വിമർശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തു വന്നതും അത് ഞാൻ നേരത്തെ പ്രേക്ഷകരെ സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ വിശദമായ റിപ്പോർട്ടിലേക്ക് ഇനി നമുക്ക് കിടക്കാം. MT പറഞ്ഞത് ഗൗരവമായ വിഷയമെന്ന് എഴുത്തുകാരൻ സക്കറിയ. രാഷ്ട്രീയമായും മതപരമായും വീരാരാധനയുള്ള മണ്ടൻ സമൂഹമാണ് നമ്മുടേത്. വ്യക്തിപൂജയ്ക്ക് ശിശുക്കൾ പോലും എതിരാണെന്നും രാഷ്ട്രീയ ചർച്ചയ്ക്ക് താല്പര്യമില്ല എന്നും സക്കറിയ പറയുന്നു. MTയുടെ പ്രസംഗം ജനപ്രതിനിധികളെ വിലയിരുത്താനുള്ള ആഹ്വാനം എന്നായിരുന്നു എഴുത്തുകാരി സാറ ജോസഫിൻ്റെ പ്രതികരണം. MT ഇത് പറഞ്ഞു, ഞാനത് വായിച്ചു. എനിക്ക് ഇറ്റ്സ് എ വെരി സീരിയസ് മാറ്റർ. ഇതിപ്പോൾ എനിക്കൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് കടക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. വീരാരാധന എല്ലായിടത്തും പ്രശ്നമാണ്. അങ്ങനെയാണ് മിസ്റ്റർ ഹിറ്റ്ലർ ഉണ്ടായത്. അതല്ലെന്ന് ശിശുക്കൾക്ക് പോലും പറഞ്ഞുകൂടെ? കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് പൗരനും ആരെയും എന്തിനേയും വിമർശിക്കാനുള്ള അധികാരമുണ്ട്. അതിവിടെയുള്ള ആരും ചെയ്യുന്നില്ല. അവർ പാർട്ടികളെ പറ്റിയുള്ള വീരാരാധനകളും മാധ്യമങ്ങളെക്കുറിച്ചുള്ള വീരാരാധനകളും മറ്റ് ജാതി മതം ഇതിനെപ്പറ്റിയുള്ള വീരാരാധനകളിൽ പെട്ടുകിടക്കുന്ന ഒരു മണ്ടൻ സമൂഹമാണ് നമ്മൾ. അതിൻ്റെ മാത്രം പ്രശ്നമാണ്. MTയുടെ പ്രസംഗത്തെ പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ സംസ്ഥാനങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര ഭരണകൂടവും എന്ത് രീതിയിലുള്ള അധികാര പ്രയോഗമാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയാണ്, ഏതെങ്കിലും വ്യക്തികളുടെ നേർക്ക് അതിനെ ലളിതവൽക്കരിച്ച് പായിച്ചു കളയരുത്. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് ആധാർ നിർബന്ധമാക്കുന്നു. റേഷൻ വിതരണത്തിന്റെ മാതൃകയിലാണ് പുതിയ സംവിധാനം. സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് യഥാർത്ഥ ഗുണഭോക്താവാണോ എന്ന് ഉറപ്പുവരുത്തുക, അതാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിനായി ആധാർ ഉൾപ്പെടെയുള്ള ഡേറ്റ സപ്ലൈകോയ്ക്ക് കൈമാറാൻ സർക്കാർ ഉത്തരവിറക്കി. സപ്ലൈകോയുടെ സൂപ്പർ മാർക്കറ്റുകളിലും ഔട്ട്ലെറ്റുകളിലുമാകും ആധാർ നിർബന്ധമാക്കുക. റേഷൻ കാർഡ് ഉടമകളുടെ വിരലടയാളം പരിശോധിച്ച ആധാർ വിവരങ്ങൾ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. നിലവിൽ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവരുടെ റേഷൻ കാർഡ് വിവരങ്ങൾ സപ്ലൈകോയിൽ രേഖപ്പെടുത്താറുണ്ട്. ഇത് പിന്നീട് ദുരുപയോഗം ചെയ്യുകയും ക്രമക്കേട് നടത്തുകയും ചെയ്യുന്നുവെന്നാണ് വിജിലൻസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. ആധാർ നിർബന്ധമാക്കിയാൽ ക്രമക്കേട് ഒഴിവാക്കാനാകുമെന്നും സർക്കാർ വിലയിരുത്തുന്നു. ഇതിനായി ആധാർ ഉൾപ്പെടെയുള്ള റേഷൻ കാർഡ് മാനേജ്മെന്റ് സിസ്റ്റത്തിലെ ഡേറ്റ ഉൾപ്പെടെ സപ്ലൈകോയ്ക്ക് കൈമാറാൻ ഭക്ഷ്യവകുപ്പ് ഉത്തരവിറക്കി. ഡേറ്റയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും സെർവർ തകരാറിനെ തുടർന്ന് റേഷൻ വിതരണം തന്നെ തടസ്സപ്പെടുകയാണ്. ഇതിനിടയിലാണ് സപ്ലൈകോയിലും ആധാർ നിർബന്ധമാക്കുന്നത്. 24 തിരുവനന്തപുരം. ഓർത്തഡോക്സ് സഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഓർത്തഡോക്സ് സഭ എപ്പിസ്കോപ്പൽ സുന്നഹദോസ് ചേരുകയാണ്. സഭാസ്ഥാനമായ കോട്ടയം ദേവലോകം അരമനയിലാണ് യോഗം. സുന്നഹദോസിനെത്തിയ മെത്രാൻമാർക്ക് ഓർത്തഡോക്സ് സഭ സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വിശ്വാസികൾ നിവേദനം നൽകി. നിലയ്ക്കൽ ഭദ്രാസനത്തിന് കീഴിലും അടൂർ കണ്ടനാട് ഭദ്രാസനത്തിന് കീഴിലും അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് അടിയന്തര സുന്നഹദോസ് ചേരുന്നത്. നിലയ്ക്കൽ ഭദ്രാസനാധിപനെതിരായ ഫാദർ മാത്യൂസ് വാഴക്കുന്നത്തിന്റെ മോശം പരാമർശം, ഫാദർ ഷൈജു കുര്യനെതിരായ പരാതികൾ, അടൂർ കണ്ടനാട് ഭദ്രാസനത്തിന് കീഴിലെ നിയമന വിവാദം തുടങ്ങിയവ വിശദമായി ചർച്ച ചെയ്യും. സുന്നഹദോസിൽ കാതോലിക്ക ബാവയും സഭയിലെ മെത്രാപ്പൊലിത്തമാരുമാണ് പങ്കെടുക്കുന്നത്. അതേസമയം നിലവിലെ പ്രശ്നങ്ങളിൽ അടിയന്തരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം സഭാവിശ്വാസികൾ അരമനയ്ക്ക് മുന്നിൽ പ്രാർത്ഥനായജ്ഞം നടത്തി. പരിശുദ്ധ സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള വിവിധ പള്ളികളിലെ വിവിധ ദേവാലയങ്ങളിൽ വിധി നടപ്പിലാക്കാത്ത ചില സംവിധാനങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന്. ഇന്നത്തെ ഈ പോരായ്മകൾക്ക് ഒരു മാറ്റം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച്
വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എത്തിയ വിശ്വാസികളുടെ ഒരു സമൂഹമാണ് ഇവിടെയുള്ളത്. പ്രാർത്ഥനാ യജ്ഞത്തിനെത്തിയ വിശ്വാസികൾ മെത്രാപ്പൊലീത്തമാർക്ക് നിവേദനവും കൈമാറിയിരുന്നു. നേരത്തെ നിലയ്ക്കൽ ഭദ്രാസനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ കാത്തോലിക്ക ബാവ അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു. ഈ കമ്മീഷൻ റിപ്പോർട്ടുകളും സുന്നഹദോസ് പരിഗണിക്കും. ടോബി ജോൺസൺ, 24 കോട്ടയം. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി MT പറഞ്ഞതിൽ പുതുമയില്ലെന്ന് CPIM. ഇതേ കാര്യം മുമ്പും MT എഴുതിയിട്ടുണ്ട്. ഉള്ളടക്കത്തിലുള്ള ചെറിയ വ്യത്യാസം മാത്രമാണെന്നും വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല എന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, MT പറഞ്ഞത് മുഖ്യമന്ത്രിക്കെതിരെയാണെന്നും സർക്കാരിനെതിരെയാണെന്നും ഉള്ള തരത്തിലുള്ളൊരു രാഷ്ട്രീയ വിമർശനം സജീവമായി നിലനിൽക്കുന്ന പശ്ചാത്തലം, അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തുവരുന്ന സാഹചര്യം. ഇതിനിടയിൽ നേതാക്കൾ അത് വിശദീകരിക്കുന്നുണ്ടെങ്കിൽ കൂടി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇതിനെ വിലയിരുത്തുന്നത് എങ്ങനെയാണ് ഷഫീദ്? റിജിത്ത, ഈ KLF വേദിയിൽ MD നടത്തിയ ചില പരാമർശങ്ങൾ അത് സ്വാഭാവികമായും CPIMന് ഞെട്ടലുണ്ടാക്കി എന്നുള്ളതൊരു സത്യം തന്നെയാണ്. പക്ഷേ ആ ഘട്ടത്തിൽ പോലും പരമാവധി പ്രതിരോധം തീർത്തുകൊണ്ട് ഇന്ന് ഇടത് നേതാക്കൾ രംഗത്തെത്തുന്നതാണ് നമ്മൾ കണ്ടത്. അതിന് പിന്നാലെയാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തത്. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി MD പറഞ്ഞതിൽ പുതുമയില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നുണ്ട്. ഇതേ കാര്യം മുൻപും MD എഴുതിയിട്ടുണ്ട്. EMSനെ അനുസ്മരിച്ച് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ലേഖനമാണ്. ഈ ലേഖനം 2 പുസ്തകങ്ങളുടെ ഭാഗമാണ്. ഉള്ളടക്കത്തിലുള്ളത് ചെറിയ വ്യത്യാസം മാത്രം. വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമില്ലെന്നും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കം പടിവാതിക്കലെത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സാംസ്കാരിക നായകന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇത്തരം വിമർശനം അതിനെ കൂടുതൽ ചർച്ചയാക്കിയാൽ ഒരു പക്ഷേ ക്ഷീണമുണ്ടാകും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി CPIMനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിവാദം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് CPIM ലക്ഷ്യം വെക്കുന്ന കാര്യം. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പാലക്കാട് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA കമ്മിറ്റി തെരഞ്ഞെടുപ്പിനിടെ രക്ഷിതാക്കൾ തമ്മിൽ തർക്കം. ഇരു പാനലുകൾ ചേരിതിരിഞ്ഞാണ് തർക്കം ആരംഭിച്ചത്. രാത്രി 10 കഴിഞ്ഞിട്ടും തർക്കം പരിഹരിക്കാനായില്ല. വാക്പോര് കയ്യാങ്കളിയിലേക്ക് വഴിമാറിയതോടെ പോലീസ് എത്തി രക്ഷിതാക്കളെ പിടിച്ചുമാറ്റുകയായിരുന്നു. പ്രത്യക്ഷത്തിലല്ലെങ്കിലും LDF UDF പ്രതിനിധികൾ രാഷ്ട്രീയ പാനലുകളായാണ് സ്കൂൾ PTA-യിലേക്കുള്ള മത്സര രംഗത്തുണ്ടാകാറുള്ളത്. തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥലത്തുള്ള രക്ഷിതാക്കൾക്ക് മത്സരിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യാമെന്നാണ് നിയമം. എന്നാൽ തെരഞ്ഞെടുപ്പ് നിയമത്തിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പാനലിനോട് നേരത്തെ അറിയിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തർക്കം ആരംഭിച്ചത്. ഇതിനെ ചൊല്ലി ഇരു പാനലുകാരും തമ്മിൽ തർക്കം രൂക്ഷമാവുകയും ചെയ്തു. തങ്ങൾക്ക് ബൈലോ അടങ്ങിയ നോട്ടീസ് നൽകിയില്ല, നോമിനേഷൻ സമയത്ത് കൃത്യമായി നിയമങ്ങൾ പറഞ്ഞു നൽകിയില്ല എന്ന ആരോപണമാണ് ഒരു വിഭാഗം ഉയർത്തിയത്. സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ചുള്ള തർക്കം ഉന്തും തള്ളിലേക്കും വഴിമാറിയപ്പോൾ പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി. പോലീസിന്റെ മധ്യസ്ഥതയിൽ ചേർന്ന സമവായ ചർച്ചയിൽ കൗണ്ടിംഗ് നടപടികൾ ശനിയാഴ്ച കാലത്ത് പുനരാരംഭിക്കാൻ തീരുമാനമായി. കഴിഞ്ഞ തവണ UDFനെ പ്രതിനിധീകരിക്കുന്ന പാനലാണ് PTA ഭരണം പിടിച്ചെടുത്തത്. PTA തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടായെന്നും അതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൗണ്ടിംഗ് നിർത്തിവെക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചതെന്നുമാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. 24 പാലക്കാട്. സപ്ലൈകോയിലെ സബ്സിഡി സാധനങ്ങൾക്ക് ആധാർ നിർബന്ധമാക്കുന്നു. റേഷൻ വിതരണത്തിന്റെ മാതൃകയിൽ ഒരു പുതിയ സംവിധാനം എന്നുള്ള കാര്യം നേരത്തെ വാർത്ത പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെച്ചിരുന്നു. അതിൽ ഒരുപാട് പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ആധാർ സപ്ലൈകോയിൽ നല്ലതാണ്, സബ്സിഡി വസ്തുക്കൾ അർഹർക്ക് തന്നെ കിട്ടാൻ അത് നല്ലതാണ് എന്നുള്ളതാണ് അബ്ദുള്ള KP പോലുള്ള ആളുകളുടെ പ്രതികരണം. അതേസമയം തന്നെ വസന്തകുമാരിയെ പോലെ അലി മണ്ണാർക്കാടിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ആധാർ കൈമാറിയിട്ടെന്താ സബ്സിഡി സാധനങ്ങൾ ഉണ്ടോ സപ്ലൈകോയിൽ എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. സാധനങ്ങൾ ഉണ്ടെങ്കിലല്ലേ ആധാർ വേണ്ടു എന്നുള്ളൊരു വിമർശനാത്മകമായൊരു കമൻറ്റ് കൂടി ചില പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി മറ്റു റിപ്പോർട്ടുകളുമായി തിരികെ എത്തും. ഇടവേള. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും ഇടവേള കഴിഞ്ഞ് തിരികെ എത്തുമ്പോൾ നമ്മൾ പരിശോധിക്കുന്നത് കാലാവസ്ഥാ റിപ്പോർട്ടാണ്. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ.
വാർത്തകളിലേക്ക് വീണ്ടും. ആലപ്പുഴയിൽ പ്രതിഷേധവുമായി തകഴിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ ഭാര്യയും മക്കളും കുടിശ്ശിക തുകയുമായി എത്തിയിട്ടും രേഖകൾ നൽകുന്നില്ല എന്നാരോപിച്ച് SC/ST വികസന കോർപ്പറേഷന് മുന്നിലായിരുന്നു പ്രതിഷേധം. വായ്പ എഴുതിത്തള്ളുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, നേരത്തെ ജപ്തി നോട്ടീസ്, തുടർന്നുള്ള കുടുംബത്തിന്റെ പ്രതിഷേധം, മന്ത്രിയുടെ ഇടപെടൽ, പരമാവധി ഇളവുകൾ നൽകി തീർപ്പാക്കാനുള്ള നിർദ്ദേശം, ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങാനുണ്ടായ സാഹചര്യം എന്താണ്? വായ്പ എഴുതിത്തള്ളും എന്ന ഉറപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുവെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് മനീഷ് മഹിബാൽ? റിജിത്ത്, അതായത് നേരത്തെ ആത്മഹത്യ ചെയ്ത കർഷകന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്യുമെന്നുള്ള നടപടി അല്ലെങ്കിൽ നോട്ടീസ് വന്നത് വലിയ വിവാദമായതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ജപ്തി അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ മരവിപ്പിച്ചത്. പക്ഷെ ഇന്ന് നേരത്തെ സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിരുന്നു ഇവരുടെ കുടിശ്ശിക തീർത്ത് ആധാരം എടുത്ത് നൽകാൻ സഹായിക്കാമെന്ന് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് BJP നേതാക്കൾ ആത്മഹത്യ ചെയ്ത പ്രസാദിന്റെ ഭാര്യയും കുടുംബത്തിനുമൊപ്പം SC/ST കോർപ്പറേഷൻ ഓഫീസിലെത്തി പണം അടയ്ക്കാൻ എത്തിയിരുന്നു. 45,000 രൂപയാണ് അവിടെ അടയ്ക്കാനുള്ളത്. അത് കൊടുത്ത് വീടിന്റെ ആധാരം വാങ്ങിക്കാനാണ് വേണ്ടിയാണ് എത്തിയത്. പക്ഷേ ഇത് സംബന്ധിച്ച് വകുപ്പ് ഓഫീസ് അറിയിച്ചത് സർക്കാർ ഇടപെട്ട ഒരു വിഷയമാണ്, ഇതിന് തലത്തിൽ അന്വേഷണം നടക്കുകയാണ്. ഒപ്പം തന്നെ സർക്കാർ സഹായം വേണ്ട എന്ന് പ്രസാദിന്റെ ഭാര്യ ഓമന എഴുതി നൽകിയിട്ടില്ല. അതുകൊണ്ട് മന്ത്രിതലത്തിൽ നിൽക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ നിലവിൽ സാങ്കേതികമായി ആധാരം ഉടൻ തന്നെ എടുപിടി എന്ന രീതിയിൽ തരാൻ കഴിയില്ല എന്നായിരുന്നു നിലപാടിലായിരുന്നു ഈ SC/ST കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്. പിന്നീടാണ് BJP പ്രവർത്തകർ അവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഏകദേശം അര മണിക്കൂറോളം പ്രതിഷേധമുണ്ടായി. പിന്നീടാണ് ഈ വിഷയത്തിൽ BJP നേതാക്കളെ സുരേഷ് ഗോപി ഈ വിവരം അറിയിക്കുന്നത്. അതായത് മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു ഈ പ്രസാദിന്റെ മുഴുവൻ കടങ്ങൾ, അതായത് SC/ST കോർപ്പറേഷനുള്ള കടബാധ്യത സർക്കാർ എഴുതിത്തള്ളാൻ സന്നദ്ധരാണ്, അതുകൊണ്ട് തന്നെ ആ വിവരം അറിയിച്ചു. അങ്ങനെ സുരേഷ് ഗോപി BJP നേതാക്കളെ അറിയിച്ചു. BJP ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറാണ് ഈ വിവരം അറിയിച്ചത്. അതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുന്നതായും, പക്ഷേ സർക്കാർ ഈ കടം എഴുതി തള്ളിയില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നാണ് BJP നേതാക്കൾ അറിയിക്കുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ വകുപ്പ് ഓഫീസിൽ നിന്നോ യാതൊരു തരത്തിലുള്ള ഉത്തരവും വന്നിട്ടില്ല. നിലവിൽ ഈ കടം എഴുതി തള്ളുമെന്നാണ് സുരേഷ് ഗോപിയെ മന്ത്രി അറിയിച്ചതായി BJP നേതാക്കൾ അറിയിക്കുന്നത്. ശരി, മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. കാസർഗോഡ് നടന്ന ബേക്കൽ ബീച്ച് ഫെസ്റ്റിവൽ 1-ാം പതിപ്പിനെതിരെ ഉയർന്ന അഴിമതി പരാതികളിൽ അന്വേഷണവുമായി ടൂറിസം വകുപ്പ്. ടിക്കറ്റ് വിൽപ്പനയിലും ടെൻഡർ നടപടികളിലും അഴിമതി നടന്നുവെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. ടൂറിസം അഡീഷണൽ സെക്രട്ടറിക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. BRDC, DTPC, വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ 2022 ഡിസംബറിലായിരുന്നു ബേക്കൽ ഫെസ്റ്റിന്റെ 1-ാം പതിപ്പ് നടന്നത്. ഉദുമ MLA CH കുഞ്ഞമ്പു ആയിരുന്നു സംഘാടക സമിതി ചെയർമാൻ. മേള വൻ വിജയമാണെന്നായിരുന്നു സംഘാടക സമിതിയുടെ അവകാശവാദം. എന്നാൽ ഫെസ്റ്റിനെതിരെ പിന്നീട് അഴിമതി ആരോപണവും ഉയർന്നു. ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കിലും ടെൻഡർ നടപടികളിലും ക്രമക്കേട് നടന്നുവെന്നാണ് ആരോപണം. 10 ലക്ഷം പേർ പങ്കെടുത്തുവെന്ന് അവകാശപ്പെടുന്ന മേളയിൽ വിറ്റഴിഞ്ഞ ടിക്കറ്റ് 4 ലക്ഷത്തിൽ താഴെ മാത്രമാണ്. സംഘാടകർ പുറത്തുവിട്ട കണക്കിലെ ഈ പൊരുത്തക്കേടിൽ ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല. സംഘാടക സമിതി 4 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞ എണ്ണവും പിന്നീട് ജനുവരി 3-ാം തീയതി പരിപാടി, അതായത് ഡിസംബർ 24-ന് ആരംഭിച്ച് ജനുവരി 3-ന് അവസാനിക്കുമ്പോൾ പറഞ്ഞ കണക്ക് പ്രകാരം ഏതാണ്ട് 4 ലക്ഷത്തിൽ പരം ആളുകൾ പങ്കെടുത്തു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സ്വാഭാവികമായും ടിക്കറ്റ് വിൽപ്പനയിൽ വ്യാപകമായ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അതിൽ പകൽ പോലെ വ്യക്തമാണ്. ആ കാര്യങ്ങൾ ഈ പറയുന്ന സംഘാടക സമിതിയോട് ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞത് പരിപാടിയിൽ കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കാൻ, ആകർഷണം ഉണ്ടാക്കാൻ വേണ്ടി എണ്ണം പെരുപ്പിച്ചു കാണിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ബേക്കലിലെ BRDC ഓഫീസിലെത്തി പരിപാടി നടത്തിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ശേഖരിച്ചു. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി. 1 മാസത്തിനകം ടൂറിസം സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. 24 കാസർഗോഡ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി. ED പിടിച്ചെടുത്ത രേഖകൾ വിട്ടു നൽകണമെന്ന ഹർജി തള്ളി. കലൂർ PMLA കോടതിയുടേതാണ് വിധി. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിവരങ്ങൾ എന്താണ് ശ്രീകാന്ത്? കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കലൂർ PMLA കോടതിയിൽ ക്രൈംബ്രാഞ്ച് ഒരു അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത രേഖകൾ തങ്ങളുടെ കേസുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാൻ വേണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. പക്ഷേ ED ഇതിനെ ശക്തമായി എതിർത്തു. തങ്ങളുടെ കേസ് അന്വേഷണത്തിലാണ്, ഈ ഘട്ടത്തിൽ രേഖകൾ വിട്ടു നൽകുന്നത് കേസ് അട്ടിമറിക്കാനാണ് എന്ന് ED ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, രേഖകൾ ആവശ്യമെങ്കിൽ അതിന്റെ പകർപ്പ് നൽകാൻ തയ്യാറാണെന്ന് ED വ്യക്തമാക്കുകയും ചെയ്തു. ഇത് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷ തള്ളിക്കളഞ്ഞത്. കലൂർ PMLA കോടതിയാണ് ക്രൈംബ്രാഞ്ച് അപേക്ഷ തള്ളിയത്. കരുവന്നൂർ കേസിൽ ക്രൈംബ്രാഞ്ചിന് തിരിച്ചടി.
ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്. MTയുടെ രാഷ്ട്രീയ വിമർശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തുവരുന്നു. ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അതിനോട് പ്രതികരിക്കുന്നത് MTയുടെ വിമർശനം കേരളത്തിൻ്റെ വികാരം എന്നാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക് പോയാൽ ഇടുക്കി നെടുങ്കണ്ടത്ത് മോഷണ പരമ്പര. 10 വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറക്കാൻ ശ്രമമുണ്ടായി. 4ഓളം കടകളിൽ നിന്ന് പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും നഷ്ടമായിട്ടുണ്ട്. മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. നെടുങ്കണ്ടം മുണ്ടിയരുമയിൽ ഇന്ന് 3 മണിയോടെയായിരുന്നു മോഷണം. ആദ്യം ടൗണിലെ ചില CCTV മോഷ്ടാക്കൾ തകർത്തു. പിന്നാലെയാണ് കടകളിൽ കയറി മോഷണം നടത്തിയത്. എന്നാൽ ഒരു CCTVയിൽ കള്ളന്മാരുടെ മുഖം പതിഞ്ഞു. 6ഓളം പേരടങ്ങിയ സംഘമാണ് മോഷണത്തിന് പിന്നിൽ. പത്തിലധികം സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം നടന്നു. 4 സ്ഥാപനങ്ങളിൽ നിന്ന് പണവും ഇലക്ട്രോണിക് ഉപകരണങ്ങളും മോഷ്ടിച്ചു. ഫോറൻസിക് സംഘം, ഡോഗ് സ്ക്വാഡ് എന്നിവ സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളിൽ നിന്നും പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് നെടുങ്കണ്ടം പോലീസ് അറിയിച്ചു. 24 ഇടുക്കി. മലപ്പുറം തിരൂരങ്ങാടിയിൽ ഫുട്ബോൾ ആവേശത്തിൽ അതിരുവിട്ട് ആരാധകർ. ടിക്കറ്റ് ലഭിക്കാതായതോടെ ഗേറ്റ് തകർത്ത് താൽക്കാലിക സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിച്ചു. ബിഗ് സ്ക്രീനിൽ സൗകര്യം ഒരുക്കിയാണ് മത്സരം തുടങ്ങാൻ കഴിഞ്ഞത്. തിരൂരങ്ങാടി സോക്കർ അക്കാദമി സംഘടിപ്പിച്ച അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റായിരുന്നു വേദി. മത്സരത്തിനൊരുക്കിയ താൽക്കാലിക സ്റ്റേഡിയത്തിൽ പരമാവധി പ്രവേശിക്കാൻ സൗകര്യമുണ്ടായിരുന്നത് 5000 പേർക്ക്. ഇരിപ്പിടം നിറഞ്ഞതോടെ സംഘാടകർ ഗേറ്റ് അടച്ചു. ടിക്കറ്റ് വിൽപ്പന നിർത്തിയതറിഞ്ഞ് കാണികൾ ഗേറ്റ് തള്ളിത്തുറന്ന് അകത്തേക്ക്. ഗേറ്റ് തകർന്നെങ്കിലും ആർക്കും പരുക്കില്ല. പിന്നീട് സ്റ്റേഡിയത്തിന് പുറത്ത് ബിഗ് സ്ക്രീൻ ഒരുക്കി 100 കണക്കിന് ആളുകൾക്ക് മത്സരം കാണാൻ സംഘാടകർ അവസരമൊരുക്കി. മലപ്പുറത്തെ സെവൻസ് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിൽ ആൾക്കൂട്ടമുണ്ടാകുമ്പോൾ സുരക്ഷാ പ്രശ്നം ഉണ്ടാകുന്നത് നേരത്തെയും വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. 24 മലപ്പുറം. ചെങ്കടലിലെ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി യമനിലെ ഹൂത്തി കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണവുമായി അമേരിക്കയും ബ്രിട്ടനും. ഒമാൻ ഉൾക്കടലിൽ ഇറാൻ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തു. വംശഹത്യാ കുറ്റത്തിൽ അന്താരാഷ്ട്ര കോടതിയിൽ ഇസ്രയേൽ വാദം ഇന്ന് നടക്കും. ഗസയിൽ ഇസ്രയേലിന്റെ ആക്രമണം ശക്തമായി തുടരുകയാണ്. ഒക്ടോബർ മുതൽ 17ഓളം ആക്രമണങ്ങളാണ് ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിയത്. ഇതിനുള്ള തിരിച്ചടിയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യോമാക്രമണം. യമനിലെ 16 ഹൂത്തി കേന്ദ്രങ്ങളിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഓസ്ട്രേലിയ, നെതർലൻഡ്സ്, കാനഡ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളും ആക്രമണവുമായി സഹകരിച്ചുവെന്നാണ് റിപ്പോർട്ട്. ആക്രമണം നടത്തിയവർ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഹൂത്തി പ്രതികരിച്ചു. യുദ്ധത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു. ആക്രമണത്തിന് മുൻപ് അമേരിക്കൻ കോൺഗ്രസിന്റെ അനുമതി തേടാത്തതിൽ വിവാദവും തുടങ്ങി. യമൻ ആക്രമണങ്ങളെ അപലപിച്ച റഷ്യ വിഷയം ചർച്ച ചെയ്യാൻ UN സുരക്ഷാ സമിതി അടിയന്തര യോഗം വിളിക്കണമെന്നാവശ്യപ്പെട്ടു. ഒമാൻ ഉൾക്കടലിൽ എണ്ണക്കപ്പലായ സെയിന്റ് നിക്കോളാസ് ഇറാൻ നാവികസേന പിടിച്ചെടുത്തു. റഫേലും മധ്യ ഗസയിലും ഇസ്രയേൽ ആക്രമണം തുടരുകയാണ്. ഗസയിൽ ഇതുവരെ 10,000-ലധികം കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്ന കണക്ക് സേവ് ദി ചിൽഡ്രൻ സംഘടന പുറത്തുവിട്ടു. ഗസയിലെ ആകെ കുട്ടികളുടെ 1% വരും ഇത്. വംശഹത്യ ആരോപിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രയേലിനെതിരെ ദക്ഷിണാഫ്രിക്ക നൽകിയ കേസിൽ ഇസ്രയേലിന്റെ വാദം ഇന്ന് നടക്കും. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. കൈവെട്ട് കേസ് പ്രതി സവാദുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ NIA സംഘം കാസർഗോഡ് എത്തിയിരിക്കുന്നു. കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് എത്തിയത്. സവാദിന്റെ ഭാര്യയെ ചോദ്യം ചെയ്തേക്കും. അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഒരുപാട് കാര്യങ്ങളിൽ NIAക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. ഇത്രയും കാലം ഇങ്ങനെ ഒളിവിൽ കഴിഞ്ഞത് എങ്ങനെ, ആരുടെയൊക്കെ സഹായം കിട്ടി എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഭാര്യയെ ചോദ്യം ചെയ്യാനുള്ള നീക്കം, NIAയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഒടുവിലുണ്ടാകുന്ന നീക്കങ്ങൾ എങ്ങനെയാണ് അരുൺ പൂപ്പറമ്പ? ഇതിൽ ലഭിക്കുന്ന സൂചനകളിലെല്ലാം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ് NIA. അതിൽ ഇവിടുത്തെ കാസർഗോഡ് മഞ്ചേശ്വരത്തെ പശ്ചാത്തലം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് NIAയുടെ കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള സംഘം ഇപ്പോൾ കാസർഗോഡ് എത്തിയിട്ടുള്ളത്. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് അവർ മഞ്ചേശ്വരത്ത് എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. രഹസ്യ സ്വഭാവത്തിലാണ് അവരുടെ അന്വേഷണം. നേരത്തെ തന്നെ ഇവരുടെ, അതായത് സവാദിന്റെ ഭാര്യയുടെയും അതോടൊപ്പം ഭാര്യ പിതാവിന്റെയും അവരെ ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു.
അവർ നൽകുന്ന വിവരങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ അതിലൊരു വ്യക്തത വരുത്താൻ അല്ലെങ്കിൽ അതിൽ മറ്റെന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ NIA ചോദ്യം ചെയ്യണം. അതുൾപ്പെടെ അത്തരം നടപടിക്രമങ്ങളിലേക്ക് ഉൾപ്പെടെ കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഇവിടെ കാസർഗോഡ് അല്ലെങ്കിൽ മഞ്ചേശ്വരത്ത് വിവാഹത്തിന് ശേഷം താമസിച്ചിരുന്നില്ല, ഇവിടെ മറ്റ് പശ്ചാത്തലം സമാധിയില്ല എന്നതാണ് ഈ ഭാര്യ പിതാവ് ഉൾപ്പെടെ പറഞ്ഞത്. അന്വേഷണ സംഘത്തിന് മുന്നിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അത് പൂർണ്ണമായും അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. പ്രത്യേകിച്ച് ഈ അതിർത്തി മേഖലയിലൊക്കെ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെ. ശരി, അരുൺ പൂപ്പറമ്പ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. കൈവെട്ട് കേസ് പ്രതി സവാദുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ NIAയുടെ ശ്രമം. ഇതിന്റെ ഭാഗമായി NIA സംഘം കാസർഗോഡ് എത്തിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്, റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ തിരികെ എത്തും. പ്രേക്ഷകർ തുടരുക, ഇടവേള. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും 1.5 മണിക്കൂർ നീളുന്ന വാർത്തായാത്ര അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ തിരുവനന്തപുരം ഇഞ്ചിവിള സ്വദേശി സുരേഷ്. ജോലിക്കിടെയുണ്ടായ അപകടത്തിൽ അരയ്ക്ക് താഴെ തളർന്നു. ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി 15 ലക്ഷത്തിലധികം രൂപയാണ് വേണ്ടത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ടാണ് കുടുംബം ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. എൻ്റെ കുടുംബത്തെ പറ്റാൻ അന്നം തേടിപ്പോയ സമയത്ത് ഞാൻ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയും എനിക്കെൻ്റെ ചലനശേഷി അരയ്ക്ക് താഴെ നഷ്ടപ്പെട്ട് ചലനശേഷി വീണ്ടെടുക്കാനോ പറ്റിയില്ല. ചികിത്സ പരാജയപ്പെട്ടു. സർജറി ചെയ്താൽ 85-90% എൻ്റെ ചലനശേഷി വീണ്ടെടുക്കാൻ പറ്റുമെന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് ഉറപ്പ് പറഞ്ഞതും സർട്ടിഫിക്കറ്റ് തന്നത്. എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, അവർക്ക് ഞാൻ മാത്രമല്ല മറ്റാരുമില്ല. അതിന് ഞാൻ ഈ കിടക്കയിൽ ഒന്ന് എണീറ്റെങ്കിലും ഇരുന്ന് എന്തെങ്കിലും ഒന്ന് അവർക്ക് ഒന്ന് തുണയാകണമെങ്കിൽ എൻ്റെ ഈ സർജറി ചെയ്തേ പറ്റൂ. എല്ലാം നഷ്ടപ്പെട്ട് സഹായിക്കേണ്ട പലരുടെയും മുന്നിൽ കൈനീട്ടി യാചിച്ചാണ് ഇതുവരെ മുന്നോട്ട് പോയത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തരുന്നത് വെച്ചാണ് നിങ്ങളിപ്പോൾ കഴിഞ്ഞു പോകുന്നത്. $15 ലക്ഷം രൂപയാണ് ഇത്ര പാലിച്ച തുക. ഞാനിവിടെ കിടന്ന് സ്വീകരിച്ചാൽ പറ്റില്ല. ദയവചെയ്ത് ഞാൻ നിങ്ങളുടെ ഓരോരുത്തരെയും ഒരു മകനായി, ഒരു സഹോദരനായി ഞാൻ നിങ്ങളുടെ കാലൊടിച്ച് കിടക്കുന്നത് യാചിക്കുകയാണ്. ഒരു മാർക്കുമില്ലാത്തതുകൊണ്ടാണ്. ഒന്ന് സഹായിക്കുന്നത് സഹോദരങ്ങളെ, ഒന്ന് സന്മനസ് കാണിക്കുക ഇളയ കുടുംബത്തോട്. സുരേഷിനെയും കുടുംബത്തെയും പ്രേക്ഷകർ കൈവിടില്ലെന്ന പ്രതീക്ഷയോടെ ക്യാമറമാൻ ജിനു എസ് രാജിനൊപ്പം അൽ അമീൻ, 24 തിരുവനന്തപുരം. എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ സുരേഷിനും കുടുംബത്തിനും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. അതിനുവേണ്ടിയാണ് ഈ റിപ്പോർട്ട് ഞങ്ങൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് വെച്ചത്. ഇനി അടുത്ത വാർത്തയിലേക്കാണ്. വടകര നഗരസഭയുടെ കരട് പദ്ധതി രേഖയിൽ തൻ്റെ പേര് മാറിയതിനെതിരെ KK രമ MLA വടകര നഗരസഭയിൽ നിന്നും തുടർച്ചയായി അവഗണന നേരിടുന്നുവെന്നും മന്ത്രിമാർ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് പോലും ഒഴിവാക്കിയിട്ടുണ്ടെന്നും KK രമ പറയുന്നു. അച്ചടി പിശകായി കാണുന്നില്ല എന്നും പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നും KK രമ ആരോപിച്ചു. കരട് പദ്ധതി രേഖയിൽ KK രമയുടെ പേരിന് പകരം മുൻ MLA CK നാണുവിന്റെ പേരാണ് അച്ചടിച്ചിരുന്നത്. അവരുടെ വികസന സെമിനാറിന്റെ ഭാഗമായിട്ട് അച്ചടിച്ച വികസന രേഖയിൽ MLAയുടെ പേര് ഒഴിവാക്കിയിരിക്കുകയാണ്. പേരിന്റെ സ്ഥാനത്ത് മുൻ MLAയും മന്ത്രിയുമായ ബഹുമാനപ്പെട്ട CK നാണുവേട്ടനാണ് ഉള്ളത്. അത് ഒരു ക്ലറിക്കൽ എററായിട്ടും അത് ഒരു അച്ചടി പിശകായിട്ടും എനിക്കതിനെ കാണുന്നില്ല. ഇത് രാഷ്ട്രീയമാണ്. അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് അവിടെ കാണുന്നത്. എനിക്ക് പ്രത്യേകിച്ച് അതിനകത്തൊന്നും പറയാനില്ല. കാരണം ഒന്ന്, ഇത് പറയേണ്ടത് ഇവിടുത്തെ ജനങ്ങളാണ്. സത്യത്തിൽ MLA എന്ന് വെച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ടല്ല അത് ബാധിക്കുന്നത്. ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയാണ്. ആ ജനപ്രതിനിധിയെ അവഹേളിക്കുക എന്ന് പറയുന്നതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പൊ അത് വടകരയിലെ ജനങ്ങളോടുള്ള ഒരു അവഹേളനമാണ്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ വടകര നഗരസഭയിൽ നിന്ന് തുടർച്ചയായി അവഗണന നേരിടുന്നു എന്നുള്ളതാണ് MLAയുടെ പരാതി. ഈ പേര് മാറിയതുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ വിശദീകരണം എന്താണ്? MLA വിശദീകരിക്കുന്നത് എന്താണ് രാഹുൽ?
ടി.കെ. ബുധനാഴ്ചയാണ് വടകര നഗരസഭ വികസന പദ്ധതി രേഖയുടെ കരട് പ്രസിദ്ധീകരിച്ചത്. ഈ രേഖയിലാണ് വലിയ തെറ്റ് കടന്നുകൂടിയിരിക്കുന്നത്. അതായത് സ്ഥലം MLA ആയ KK രമയുടെ പേരിന് പകരം മുൻ MLA കൂടിയായ CK നാണുവിൻ്റെ പേരാണ് ഈ രേഖയിൽ വന്നിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംഭവം വലിയ ചർച്ചയായതോടെ വിവാദമായിരിക്കുകയാണ്. സംഭവത്തെ രാഷ്ട്രീയമായി നേരിടുകയാണ് കോൺഗ്രസും ചെയ്യുന്നത്. ഈ വിവാദമായ സാഹചര്യത്തിലായിരുന്നു നമ്മൾ KK രമ MLAയുടെ പ്രതികരണം തേടിയത്. MLA പറയുന്നതനുസരിച്ച് കുറേ നാളായി നഗരസഭയുടെ ഭാഗത്തു നിന്നും അവഗണന നേരിടുകയാണ്. മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയിൽ നിന്നും പോലും തന്നെ മാറ്റി നിർത്തുന്നു. ഇതൊരു അച്ചടി പെശകായി താൻ കാണുന്നില്ല, മറിച്ച് തന്നെ അവഹേളിക്കുന്നതിന് തുല്യമായ ഒരു നടപടിയായി താൻ ഇതിനെ കാണുന്നു എന്നാണ് MLA വ്യക്തമാക്കുന്നത്. ഈ നഗരസഭ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ്, അച്ചടി പെശകാണ്, അത് ഉടൻ തന്നെ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് കരട് രേഖയാണെന്നും ശരിക്കുമുള്ള രേഖ പുറത്തു വരുമ്പോൾ MLAയുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തുമെന്നും നഗരസഭ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയുന്നത് 3 തവണ വൈസ് ചെയർമാൻമാർ ഇവിടെ മാറിയിരുന്നു. അവരുടെ പേര് പോലും കൃത്യമായി വന്ന അതേ രേഖയിലാണ് MLAയുടെ പേര് തെറ്റായി വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി MLA ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുന്നത്. ടി.കെ. ശരി, രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വടകര നഗരസഭയുടെ കരട് പദ്ധതി രേഖയിൽ തൻ്റെ പേര് മാറിയതിനെതിരെ KK രമ MLA വിമർശനം ഉന്നയിക്കുന്നു. തുടർച്ചയായി നഗരസഭയിൽ നിന്ന് അവഗണന നേരിടുന്നു എന്നുള്ളതാണ് MLAയുടെ പരാതി. അതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നാണ് MLAയുടെ വിമർശനം. പാണക്കാട് തങ്ങന്മാർ ഖാദിമാരായ മഹല്ലുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങി. ആദ്യ യോഗം കണ്ണൂരിൽ ചേർന്നു. PK കുഞ്ഞാലിക്കുട്ടിയാണ് സംഘാടക സമിതിയുടെ മുഖ്യ രക്ഷാധികാരി. CIC വിവാദം, KK വിവാദം, ജാമിയ നൂരിയ സമ്മേളനം തുടങ്ങിയ വിഷയങ്ങൾ സമസ്തയിലെ ലീഗ് വിരുദ്ധരും ലീഗും തമ്മിലുള്ള ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. ഇതിനിടെയാണ് പാണക്കാട് കുടുംബാംഗങ്ങൾ മുഖ്യ ഖാദിമാരായ മഹല്ല് ഖത്തീബുമാരെയും ഭാരവാഹികളെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ നീക്കം നടക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, പാലക്കാട്, തൃശൂർ ജില്ലകൾക്ക് പുറമെ നീലഗിരിയിലെയും മഹല്ല് ഖത്തീബുമാരെയും ഭാരവാഹികളെയും പങ്കെടുപ്പിച്ച് വിപുലമായ സംഗമം 17 കോഴിക്കോട് നടക്കും. കണ്ണൂരിലായിരുന്നു ഇതിന്റെ ആദ്യ കൺവെൻഷൻ. ഇതിന്റെ ആശയവിനിമയത്തിന്റെ പ്രഥമ സ്റ്റേജ് തങ്ങൾക്ക് ആദ്യമായ മഹല്ലുകളെ ഇതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുക. അതിനാണ് കോഴിക്കോട് യോഗം. അത് കഴിഞ്ഞാൽ അതിന്റെ ഖാദി ഹൗസിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ താൽക്കാലിക ഓഫീസ് ആരംഭിച്ചുകൂടായില്ല, എന്തായാലും പാണക്കാട്ടായിരിക്കും. അതൊക്കെ തങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഈ കമ്മിറ്റി ഇതിൽ സംഘടിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു ബോഡി മാത്രമാണ്. നിങ്ങൾ സുന്നി മഹല്ല് ഫെഡറേഷൻ ഒരു സ്ഥിരം ബോഡിയാണ്, അതൊരു സ്ഥിര സംവിധാനമാണ്. ഇത് സ്ഥിര സംവിധാനമല്ല ഈ കമ്മിറ്റി. ഈ ഖാദി ഹൗസ് സ്ഥിര സംവിധാനമാണ്. അത് കാഞ്ഞങ്ങാടുമുണ്ട്, കാസർഗോഡുമുണ്ട്, തെക്കൻ കേരളത്തിൽ പല ഓഫീസുകളുമുണ്ട്. എന്ന പോലെ തന്നെ ഒരു സംവിധാനം എന്നേ ഉള്ളൂ. അല്ലാതെ ഇതിൽ പ്രത്യേകമായി ഒരു സംഘടനാപരമായ ചേരിതിരിവോ വിഭാഗീയതയോ ഒന്നും ഇതിലില്ല. കമ്മിറ്റിയുടെ മുഖ്യ രക്ഷാധികാരി പാണക്കാട് സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയുമാണ്. പുതിയ സംവിധാനത്തിന് പിന്നിൽ ലീഗിന്റെ താൽപര്യമാണെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. മഹല്ലുകളുടെ പ്രവർത്തനത്തിന് കൂടുതൽ സൗകര്യമൊരുക്കുകയാണ് ലക്ഷ്യമെന്നും പുതിയ വിവാദങ്ങളുമായി ഇതിന് ബന്ധമില്ലെന്നും സംഘാടകർ പറയുന്നു. 24 മലപ്പുറം. ഇന്ന് ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ ചില പ്രത്യേക റിപ്പോർട്ടുകളിലൂടെയാണ് കഴിഞ്ഞ 1.5 മണിക്കൂർ നമ്മൾ സഞ്ചരിച്ചത്. ഗുഡ് ആഫ്റ്റർനൂണിൻ്റെ സമയം പൂർത്തിയാവുകയാണ്. ഇനി പോലീസ് ഡയറിയുടെ സമയമാണ്. പ്രേക്ഷകർക്കൊപ്പം സുഹൈൽ മുഹമ്മദ് എത്തും. നമസ്കാരം.